കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് വേഗം കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ചിന്തിക്കാം. നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ച കണ്ടത്. അപ്പോൾ അവിടെ 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം, അവസാനത്തെ പാരഗ്രാഫും അതിന് തൊട്ട് മുമ്പുള്ള ചില വാക്യങ്ങളുമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. അവിടെ നമ്മൾ കണ്ട ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു വീണ്ടും ഒരിക്കൽ കൂടെ. അവിടെ പറയുന്നത്, നിങ്ങൾ കടം മേടിച്ച് ദൈവനാമത്തിന് വേണ്ടി കൊടുക്കരുത്, നിങ്ങൾക്ക് ഉള്ളതിൽ നിന്ന് വേണം കൊടുക്കാൻ എന്ന് പറയുന്നു. അതിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നു. ഒത്തിരി ശേഖരിച്ച് വെക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ അവിടെ പറയുന്നു. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമായിരുന്നു നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ 9-ാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗങ്ങളായിരിക്കും കാണുന്നത്. അതിനു മുമ്പ് ഒരിക്കൽ കൂടി 1-2 കാര്യങ്ങളും കൂടെ നമ്മൾ ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി തീത്തോസിൻ്റെ ഹൃദയത്തിലും ഈ ജാഗ്രത നൽകി ദൈവത്തിന് സ്തോത്രം. 16-ാം വാക്യം, അവൻ അപേക്ഷ കൈക്കൊണ്ടു എന്ന് മാത്രമല്ല അത്യുത്സാഹിയാകിയാൽ സ്വമേധയായി നിങ്ങളുടെ അടുക്കൽ. അവിടെ തീത്തോസിൻ്റെ ചില ക്വാളിറ്റീസ് നമ്മൾ കണ്ടു. അവൻ അത്യുത്സാഹിയായിരുന്നു, ഹാർഡ് വർക്കിംഗ് നേച്ചറായിരുന്നു. എന്ന് തന്നെയല്ല, സ്വന്തമായിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കാൻ മനസ്സുണ്ടായിരുന്നു, സ്വന്തമായിട്ട് ചില സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് വെക്കാനുള്ള മനസ്സും തീത്തോസിന് ഉണ്ടായിരുന്നു. അങ്ങനെ തീത്തോസ് എന്ന് പറയുന്ന യങ്സ്റ്ററെ പറ്റി പറയുകയാണ്. അതിനുശേഷം തീത്തോസിനോടൊപ്പം മറ്റ് 2 സഹോദരന്മാരെ കൂടെ അയച്ചതായിട്ട് നമുക്ക് താഴെയുള്ള ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നു. അവരുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ പൗലോസ് അവരെപ്പറ്റി, പേര് പറഞ്ഞിട്ടില്ലാത്ത ഈ സഹോദരന്മാരെ പറ്റി നല്ല ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവർ വിശ്വസ്തരാണ്, ദൈവസഭയുടെ സാമ്പത്തിക വിഷയങ്ങളെല്ലാം ഏൽപ്പിക്കത്തക്ക നിലയിൽ അവർ വിശ്വസ്തത പുലർത്തിയിട്ടുള്ളവരായതുകൊണ്ടാണ് അവരെ ഇങ്ങനെയുള്ള സാമ്പത്തിക ശേഖരണത്തിന് വേണ്ടി വിടുന്നത്. സാമ്പത്തിക ശേഖരണം എന്തിനാണെന്ന് അതിനു മുമ്പത്തെ ആഴ്ച പറഞ്ഞിരുന്നു. യെരുശലേമിലെ സഭ, അവിടുത്തെ ആളുകളെല്ലാം വളരെയധികം ഫാമിൻ അല്ലെങ്കിൽ വരൾച്ചയിലൂടെ കടന്നുപോയി. അവിടെ വേണ്ട പോലെ ആഹാരമില്ല, വെള്ളമില്ല, അവർ വളരെ ബുദ്ധിമുട്ട്. അന്നത്തെ കാലത്തെല്ലാം കൃഷിയൊക്കെയാണല്ലോ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം തകർന്നു പോയി. അങ്ങനെ അവർക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ലാതെ വന്ന സമയത്ത് കൊരിന്ത്യ സഭയിൽ നിന്നും ഒരു കളക്ഷൻ ഉണ്ടാക്കി, ഒരു ധർമ്മശേഖരം അല്ലെങ്കിൽ ഒരു ഫണ്ട് റേസ് ചെയ്തിട്ട് അത് യെരുശലേമിലെ സഭയിലേക്ക് കൊടുത്തുവിടുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളിലും ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ വാക്യങ്ങളൊക്കെയും കണ്ടിരുന്നു. അങ്ങനെ മറ്റൊരു സഭ വേദനയിലൂടെ, വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ കൊരിന്ത്യയിലെ സഭ അതിനുവേണ്ടി ഉത്സാഹത്തോടെ മുമ്പോട്ട് വന്ന് അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് അവിടെ കണ്ടത്. അപ്പോൾ ഈ 8, 9 അധ്യായങ്ങളാണ് കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ആരൊക്കെ ലോകത്ത് പ്രസംഗിച്ചാലും മെയിൻലി ഇതിലെ വാക്യങ്ങളാണ് വായിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളാണ് എല്ലാവരും. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, കൊടുക്കുക കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ വാക്യങ്ങൾ വായിക്കുന്നതിന് മുമ്പ് ഇത് ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കുന്നത് വളരെ നന്നായി. ചുമ്മാ അങ്ങ് കൊടുക്കുന്നൊന്നും അല്ല പൗലോസ് പറയുന്നത്. ഏതർത്ഥത്തിലാണ്, എവിടെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഇതിനെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ പൗലോസ് ഈ മുമ്പുള്ള 8-ാം അധ്യായത്തിലും അതുപോലെ 9-ാം അധ്യായത്തിൻ്റെ ആദ്യ അവസാന ഭാഗങ്ങളിലൊക്കെയും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ തുടർമാനമായിട്ട് ഈ ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകും. അല്ലാത്തവരും പേടിക്കേണ്ട. ഇനി ആർക്കെങ്കിലും കേൾക്കണമെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്ത സാധനമുണ്ട്, അതും കേൾക്കാം. ആമേൻ. കർത്താവ് അങ്ങനെ ആ നിലയിൽ നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരികയാണ്. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന, വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ദ്രവ്യശേഖരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ലല്ലോ. കൊരിന്ത്യ സഭയോട് പൗലോസ് പറയുകയാണ്, വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന, അല്ലെങ്കിൽ യെരുശലേമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ദ്രവ്യശേഖരണം അല്ലെങ്കിൽ ധനശേഖരണം, സാമ്പത്തിക ശേഖരണം, ഇതിനെപ്പറ്റി നിങ്ങളോട് പ്രത്യേകിച്ച് പറയാൻ ആവശ്യമില്ലല്ലോ എന്ന് പറയുകയാണ്. എന്നിട്ട് അക്കായ കീഴാണ്ട് മുതൽ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് മക്കദോന്യരോട് പ്രശംസിച്ചു വരുന്നു. ആരെങ്കിലും ബാക്കി വായിച്ചാട്ടെ. 2-ാം വാക്യം മുതൽ 5-ാം വാക്യം വരെ ഒരാൾ വായിച്ചാട്ടെ. അത്ര മതി. ഈ വായിച്ച ഭാഗത്തു നിന്ന് 2 പ്രത്യേക ലെസൺസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, ഇവിടെ പൗലോസ് പറയുകയാണ് 2-ാം വാക്യത്തിൽ, ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് മക്കദോന്യരോട് പ്രശംസിച്ചു വരുന്നു. അതായത് മക്കദോന്യയിലെ സഭകളിൽ ചെന്ന്, മക്കദോന്യ സഭയിലെന്നോ സഭകളിൽ ചെന്ന് പൗലോസ് പറഞ്ഞു, കൊരിന്ത്യരെല്ലാം ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്, കൊരിന്ത്യ സഭക്കാരെല്ലാം കൊടുക്കും എന്ന് ഒരു നല്ല അഭിപ്രായം പറഞ്ഞു. അതുപോലെ തന്നെ 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ 2-ാം വാക്യത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, പൗലോസ് കൊരിന്ത്യരോട് പറയുകയാണ്,
മക്കതോന്യർ കൊടുക്കാൻ മനസ്സുള്ളവരായിട്ടിരിക്കുന്നു എന്ന് പറയാണ്. രണ്ട് കോൺട്രാസ്റ്റ്. 8-ാം അധ്യായത്തിൽ കൊരിന്ത്യ സഭയിൽ മക്കതോന്യരെ കുറിച്ചും 9-ാം അധ്യായത്തിൽ മക്കതോന്യ സഭയിൽ കൊരിന്ത്യരെക്കുറിച്ച് പറഞ്ഞു എന്നും പറയുകയാണ്. അപ്പോൾ പൗലോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സഭയിൽ ചെന്ന് അവിടെ മറ്റൊരു സഭയെപ്പറ്റി പറഞ്ഞാൽ അവരെ പറ്റിയുള്ള നല്ല കാര്യങ്ങളായിരിക്കും എപ്പോഴും പറയുന്നത്. 11-ാം അധ്യായം 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നുണ്ട് നിങ്ങളെ ചില കാര്യത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 17 മുതൽ വായിക്കുമ്പോൾ നിങ്ങളെ ചില കാര്യത്തിൽ എനിക്ക് കറക്റ്റ് ചെയ്യണമെന്ന് ആവശ്യമുണ്ടെന്നും പറഞ്ഞ് കൊരിന്ത്യ സഭയോട് പറയുകയാണ്. അപ്പോൾ അത് കൊരിന്ത്യ സഭയ്ക്കുള്ള മെസ്സേജാണ്. ഗലാത്യ ലേഖനം നമ്മൾ ബുദ്ധികെട്ട ഫൂളിഷ് ഗലേഷ്യൻസ് എന്നൊക്കെ പൗലോസ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അല്ലയോ, ബുദ്ധികെട്ട ഗലാത്യരെന്ന്. കൊരിന്ത്യ സഭയിൽ ചെന്നിട്ട് ഗലാത്യ സഭയെപ്പറ്റി അവന്മാരെല്ലാം ഫൂൾസാന്നേ എന്ന് പറയുന്ന ഒരു സ്വഭാവം പൗലോസിനില്ല. എല്ലാവരും ഒന്ന് ചിരിച്ചാട്ടെ. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ? നമുക്ക് കൂടുതൽ ഇഷ്ടം കൊരിന്ത്യ സഭയിൽ ചെന്ന് ഗലാത്യ സഭയെ പറ്റി പ്രയോജനമില്ല, ഹോപ്പ്ലെസ് എന്ന് പറയും. കൊരിന്ത്യ സഭയിൽ ചെന്നിട്ട് അവരോട് പറയും നിങ്ങളെല്ലാവരും നല്ലത്, പ്രത്യേകിച്ച് ഉപദേശിമാരുടെ ഒരു സ്വഭാവം. അവിടെ ചെന്ന് അവരല്ലോ അയ്യോ നിങ്ങളെന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരിൽ അതിവിശുദ്ധരായിട്ട് ഇങ്ങനെ ഇരിക്കുന്നവരല്ലയോ എന്നിങ്ങനെ ഉയർത്തി പറയും. കാരണം പോകുന്ന ഉടനെ ഒരു ചെറിയ ഓഫറിങ് കിട്ടുമല്ലോ, അത് കൂടുതൽ പറഞ്ഞെങ്കിലേ കിട്ടുള്ളൂ എന്നുള്ള ഒരു തെറ്റായ ധാരണയുണ്ട്. അങ്ങനെ പറയും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പൗലോസിൻ്റെ ഒരു നല്ല സ്വഭാവത്തിലൊന്നാണ്, പൗലോസ് ഏതെങ്കിലും ഒരു സഭയെ വിമർശിക്കണമെങ്കിൽ വിമർശിക്കുകയല്ല കറക്റ്റ് ചെയ്യണമെങ്കിൽ, അവരെ ഒരു പുതിയ ലെസൺസ് പഠിപ്പിക്കണമെങ്കിൽ അവിടെ ചെന്ന് തന്നെ അല്ലെങ്കിൽ അവരോടുള്ള കത്തിലൂടെ അവരോട് തന്നെ നേരിട്ട് പറയും. മറ്റൊരു സഭയെപ്പറ്റി ഈ സഭ പറയേണ്ടി വരികയാണെങ്കിൽ എപ്പോഴും മാതൃകയുള്ള ഒരു കാര്യമായിരിക്കും പറയുന്നത്. കൊരിന്ത്യ സഭയെപ്പറ്റി മക്കതോന്യരോട് പൗലോസ് പറഞ്ഞത് കൊരിന്ത്യ സഭ അവരെപ്പോലെ നല്ല മനുഷ്യർ, അവർ കൊടുക്കാൻ മനസ്സുള്ള. അതുപോലെ തന്നെ തിരിച്ചു മക്കതോന്യ സഭയിൽ ചെന്നും കൊരിന്ത്യ സഭയിൽ ചെന്നും ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും മാറി പറഞ്ഞതെല്ലാം നല്ല കാര്യങ്ങളാണ്. ഫസ്റ്റ് ലെസൺ, നമ്മൾ വേറൊരാളോട് മൂന്നാമതൊരാളെ പറ്റി പറയുമ്പം നല്ലതേ പറയാവൂ. എല്ലാവരും ഒരു ആമേൻ പറഞ്ഞാട്ടെ. തെറ്റായിട്ടുള്ളതുണ്ടെങ്കിൽ അവരോട് തന്നെ പറഞ്ഞേക്കണം. പിണങ്ങും, എന്നാലും സാരമില്ല, അവരോട് മാത്രമേ പറയുള്ളൂ. ഒരു ലെസൺ. പിന്നെ അതൊരു കാര്യം. പിന്നെ പൗലോസ് ഇവിടെ ഇവരെ എൻകറേജ് ചെയ്യുകയാണ്. നിങ്ങൾ കൊടുക്കുന്ന കാര്യത്തെപ്പറ്റി എൻകറേജ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ മക്കതോന്യ സഭയിലും കൊടുക്കുന്ന കാര്യത്തെപ്പറ്റി അവരെ അവിടെ എൻകറേജ് ചെയ്യും. 1-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെയും വായിക്കുമ്പോൾ പൗലോസിൻ്റെ എങ്ങനെ കൊടുക്കണം, എവിടെ കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. എങ്ങനെ കൊടുക്കണം, എവിടെ കൊടുക്കണം. ഇനിയും എങ്ങനെ കൊടുക്കണം എന്നുള്ളത് 6-ാമത്തെ വാക്യം മുതൽ പറയുന്നത് കൊണ്ട് നമ്മളിപ്പോൾ അതിനെപ്പറ്റി ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. പക്ഷേ എങ്ങനെ കൊടുക്കരുത് എന്നുള്ളത് ദൈവമക്കളെല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മളെല്ലാവരും ദശാംശം കൊടുക്കുന്നവരാണ്, നമ്മളെല്ലാവരും പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ്, പൈസ ഇല്ലാത്തവർക്കൊക്കെ ഒത്തിരി കൊടുക്കുന്നവരാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ്. ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ ഇതെല്ലാം ചെയ്യണം എന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ കൊടുക്കണം, എങ്ങനെ കൊടുക്കരുത് എന്നുള്ളതിനെ പറ്റിയും കൂടെ നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ചിരിക്കണം. എങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെപ്പറ്റി നമുക്ക് പിന്നീട് കാണാം. സന്തോഷത്തോടെ കൊടുപ്പിൻ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത് എന്നൊക്കെയുള്ള വാക്യങ്ങൾ എല്ലാവർക്കും അതേ ഉള്ള ഇഷ്ടം. അതിന് മുമ്പത്തെ വാക്യമൊന്നും ആർക്കും ഇഷ്ടമല്ല. എവിടെ എങ്ങനെ കൊടുക്കരുത് എന്നും കൂടെ നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ഒന്ന്, കർത്താവിന് വേണ്ടി നമ്മൾ പണം ചെലവാക്കുന്നത് ഒരു ഡ്യൂട്ടി ആയിട്ട് നമ്മൾ കണക്കാക്കണോ വേണ്ടായോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും കണക്കാക്കണത്. പക്ഷെ അങ്ങനെ കണക്കാക്കരുത്. അത് നമ്മുടെ ഡ്യൂട്ടി അല്ല. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ജോലി. അത് നമ്മുടെ ഒരു ജോലിയാണ്. ചർച്ചിൽ ദശാംശം കൊടുക്കുന്ന ഒരു ജോലിയാണ്. ബെസ്റ്റ് എക്സാമ്പിളാണ്. യഹൂദന്മാർ ചെയ്തിരുന്നത് ദശാംശം കൊടുക്കുകയായിരുന്നു. അത് ഒരു വലിയ ഡ്യൂട്ടിയാണ്, ജോലിയായിട്ടാണ് ചെയ്തത്. നമ്മുടെ ജോലിയുടെ പ്രത്യേകത എന്താ? രാവിലെ 9 മണിക്ക് ഓഫീസ് തുടങ്ങും, വൈകിട്ട് 5 മണിക്ക് ഓഫീസ് തീരും. 9 മണിക്ക് പഞ്ച് ചെയ്യണം, 5 മണിക്ക് പഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? കറക്റ്റ് 9 മണിക്ക് ചെല്ലും, 5 മണിക്ക് കറക്റ്റ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ നിയമങ്ങൾക്കനുസൃതമായ ഒരു കൊടുപ്പ് ആയിരിക്കരുത് നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതെന്നാണ് ദൈവവചനം പറയുന്നത്. അതെൻ്റെ ഡ്യൂട്ടിയാണ്, അതെൻ്റെ ജോലിയാണ് എന്ന് പറഞ്ഞ് കൊടുക്കരുത്. പഴയ നിയമത്തിൽ ദശാംശം കൊടുത്തില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും എന്നൊരു പേടി യഹൂദന്മാർക്കുണ്ടായതുകൊണ്ട് ആ പേടിയിൽ നിന്ന് അവർ കൊടുക്കുവായിരുന്നു. ദൈവത്തെ പേടിച്ചാണ് കൊടുക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിലൊക്കെ യേശുക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാ കാര്യത്തിലും ദശാംശമൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. പുതിയ നിയമത്തിലെ കൊടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ വലിപ്പത്തെക്കാൾ ഉപരി നമ്മുടെ മനസ്സിൻ്റെ വലിപ്പമാണ് കർത്താവ് നോക്കുന്നത്. അതുകൊണ്ടൊരു ജോലിയായിട്ട് ആരും ദൈവത്തിന് വേണ്ടി പണം ചെലവഴിക്കരുത്. എങ്ങനെ ചെലവഴിക്കരുതെന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ജോലിയായിട്ട് അത് കണക്കാക്കരുത്. പിന്നെ നോട്ട് ഫോർ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. നമ്മളൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആത്മസംതൃപ്തിക്ക് വേണ്ടി കൊടുക്കരുത് എന്നാണ് പറയുന്നത്. വളരെ പ്രയാസമുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇതാണ് വേദപുസ്തകം പറയുന്നത്. വി ഹാവ് ടു ഫോളോ. ആത്മസംതൃപ്തിക്ക് വേണ്ടി
ഒരു ഭിക്ഷക്കാരന് 2 കാലും 2 കൈയും ഇല്ലാത്ത ഒരു ഭിക്ഷക്കാരൻ വഴിയിലിരിക്കുന്നത് കണ്ടു. അപ്പോൾ ആ ഭിക്ഷക്കാരന് നമ്മളൊരു 10 രൂപ കൊടുക്കുക കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നൽ, അയ്യോ അവനെ ഒന്ന് സഹായിക്കാൻ പറ്റിയല്ലോ. ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പം ഒരിക്കലും ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി കൊടുക്കരുത്. അത് ഭിക്ഷക്കാർക്കോ അതുപോലെ വല്ല പാവപ്പെട്ടവർക്കോ ഒക്കെ കൊടുത്തേച്ചാൽ മതി. ആത്മസംതൃപ്തിക്ക് വേണ്ടി അല്ല നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം അതാണ്. നമ്മളൊരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ നമുക്കൊരു സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ നമുക്കൊരു മേൽക്കൈ അവിടെ അനുഭവപ്പെടും. ഒരു ഭിക്ഷക്കാരൻ താഴെ ഇരിക്കുന്നു, അവൻ അപ്പ അമ്മ വല്ലതും തരണേ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു 10 രൂപയുടെ നോട്ടെടുത്ത് ഭിക്ഷക്കാരൻ അങ്ങോട്ട് കൊടുക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ഞാൻ മുകളിലും ഭിക്ഷക്കാരൻ താഴെയുമാണ്. അപ്പം നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ആത്മസംതൃപ്തി, അല്ലെങ്കിൽ ഒരു മേൽക്കൈ നമുക്ക് അവിടെ അനുഭവപ്പെടും, അല്ലയോ? നമുക്കൊരു മേൽക്കൈ അനുഭവപ്പെടും. ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ഒരിക്കലും മേൽക്കൈ അനുഭവപ്പെടരുത്. ഞാൻ വേറൊരു വലിയ കാര്യം നമ്മളോട് പറയാം. ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മുകളിൽ നിന്നല്ല നമ്മൾ കൊടുക്കുന്നു. എല്ലാവരും കൈ ഇങ്ങനെ പിടിച്ചാട്ടെ. കയ്യിലെല്ലാവരും പൈസ ഉണ്ടെന്നങ്ങ് വിചാരിച്ചാൽ മതി. വേണേൽ പൈസ എടുത്ത് പിടിച്ച് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും പൈസ ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുകയാണ്. കൊടുത്താട്ടെല്ലാവരും. അപ്പോൾ ഇപ്പോൾ ആരാണ് മുകളിൽ? ദൈവമാണ്. ഇങ്ങനെ കൊടുത്ത ദൈവമാണ് മുകളിലിരിക്കുന്നത്. ദൈവമല്ല. അവിടെ മുകളിൽ നിൽക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ ദൈവത്തിന് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ്. ദൈവത്തിന് കൊടുക്കുമ്പോൾ എപ്പോഴും ഓർത്തോണം, നമ്മുടെ കൈ മുകളിൽ വരരുത്, നമ്മുടെ കൈ താഴെ നിൽക്കണം. ആമേൻ. അതിന് നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നതിൽ ഒരു മനോഹരമായ മറ്റൊരു വാക്ക് മലയാളത്തിൽ പറയാം, അർപ്പിക്കുക എന്ന് പറയാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ദൈവത്തിന് പണം കൊടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? ദൈവത്തിന് ഞാൻ കൊടുത്തു, ദൈവത്തിന് ഞാൻ കൊടുക്കും എന്ന് പറയാൻ കഴിവുള്ള ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? ഞാൻ ദൈവത്തിന് വേണ്ടി കഴിഞ്ഞ മാസത്തെ ശമ്പളം മുഴുവൻ കൊടുത്തു. ആർക്ക് കൊടുത്തെന്നായി പറയുന്നത്? ദൈവത്തിന് നമ്മുടെ ശമ്പളം വേണോ? ദൈവത്തിന് നമ്മുടെ 1 രൂപയെങ്കിലും വേണോ? ഇവിടെയാണ് ഒരു വലിയ പലരും, ഞാനതാ പറഞ്ഞത്, നമുക്ക് കൊടുത്തു കഴിയുമ്പോൾ ഒരു വലിയ ആത്മസംതൃപ്തി. ഞാൻ കൊടുത്തല്ലോ. ആർക്ക് കൊടുത്തു? മനുഷ്യർക്കാണ് കൊടുത്തു. മനുഷ്യർക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഒരാത്മസംതൃപ്തി ഉണ്ടാകുന്നത്. ദൈവത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും കൊടുക്കുകയല്ല, ദൈവത്തിന് നമ്മൾ അർപ്പിക്കുകയാണ്. ഇനി ആരെങ്കിലും കൈ മുകളിൽ പിടിച്ച് ദൈവത്തിന് കൊടുക്കുന്നെങ്കിൽ എപ്പോഴും ഓർത്തോണം, നമ്മൾ ദൈവത്തെക്കാൾ മുകളിൽ കയറുകയാണ്. ദൈവത്തിന് അതിൻ്റെ ആവശ്യമില്ല. മുകളിലല്ല നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത്. വി ഗിവ് ഗോഡ് ഡൗൺ. നമ്മളെന്താ ഈ സ്വോത്രാഴ്ചയൊക്കെ ഇടുന്നുണ്ടോ? സ്വോത്രാഴ്ച ദൈവത്തിന് കൊടുത്തു എന്നല്ല നമ്മൾ പറയണ്ടേ, കേട്ടോ. നമ്മൾ സ്വോത്രാഴ്ച ദൈവത്തിന് കൊടുത്തു. നമ്മുടെ ഒരു 10 രൂപയോ 100 രൂപയോ 1000 രൂപയോ ദൈവത്തിന് വേണോ? അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ദൈവം സ്വീകരിക്കുമെന്ന് തന്നെ ഉറപ്പന്നെ. ഇനി ദൈവം സ്വീകരിച്ചില്ലെന്തോ ചെയ്യും? ഏതായാലും നമ്മൾ ബാഗിലോട്ടല്ലേ ഇട്ട്, അത് ദൈവം സ്വീകരിച്ചില്ലെങ്കിൽ എങ്ങനെ അറിയുന്നു? അപ്പം നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. ദൈവത്തിന് നമ്മൾ അർപ്പിക്കുകയാണ്. സ്തോത്രകാഴ്ച അർപ്പിച്ചു. ആമേൻ. സ്തോത്രകാഴ്ച നമ്മൾ അർപ്പിക്കുകയാണ്. ആരും ദൈവത്തിന് കൊടുക്കരുത്. എപ്പോഴും ഓർത്തോണം, നമ്മൾ പൈസയും കൊണ്ട് പണക്കാരനാകാനിരിക്കുന്ന ആളല്ല ദൈവം. ഒരുപക്ഷെ നമ്മുടെ അയൽവക്കക്കാരോ നമ്മുടെ കുടുംബത്തിലുള്ളവരോ ഒക്കെ നമ്മുടെ പൈസയും കൊണ്ട് പണക്കാരാകാനിരിക്കുന്നവരായിരിക്കാം. എന്നാൽ ദൈവം ഒരിക്കലും നമ്മുടെ പൈസയും കൊണ്ട് പണക്കാരനാകാനിരിക്കുന്നതല്ല. നമ്മുടെ എന്നല്ല, ലോകത്തുള്ള സകല ആളുകളുടെ പണവും കൂടെ കൊണ്ട് ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്താൽ ദൈവത്തെ ആർക്കും പണക്കാരനാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ദശാംശം കൊടുക്കുന്ന ഒരു വ്യവസ്ഥയായിട്ട്, ഒരു ഡ്യൂട്ടി, ഒരു റൂളായിട്ട് വെച്ചിരുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ അങ്ങനെ ഒരു റൂളില്ല. ഇറ്റ്സ് ഫ്രീ. നമ്മുടെ മനസ്സാണ് റൂള് നിർണ്ണയിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് പിന്നീട് കാണാം. അതുകൊണ്ട് ദൈവത്തിന് നമ്മൾ കൊടുത്തു എന്ന് പറയുന്നത് ഒരാത്മസംതൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ കൊടുക്കരുത്. ഒരുപക്ഷെ ഒരു ഉപദേശിക്ക് നമ്മൾ പാവപ്പെട്ട ഒരു ഉപദേശിക്കുക, പഠിത്തമൊന്നുമില്ല, സഭയൊന്നുമില്ല, 1-2 പേരെയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന പാവപ്പെട്ട ഉപദേശിക്കുക, കഞ്ഞിയൊക്കെ ആ വീട്ടിൽ കുടിക്കുന്ന, വേറെ ഒന്നും ഇല്ല എന്ന് തോന്നുന്ന ഒരു ഉപദേശിക്ക് വേണേൽ 1000 രൂപ എടുത്ത് കൊടുത്തിട്ട് നമുക്ക് പറയാം, ഞാൻ ഉപദേശിക്ക് 1000 രൂപ കൊടുത്തു എന്ന് പറയാം. എന്നാൽ അതേസമയം ഒരു പണക്കാരൻ ഉപദേശി ഇവിടെ ഫ്ലൈറ്റിലൊക്കെ ഇങ്ങോട്ട് ലാൻഡ് ചെയ്യുന്ന ഉപദേശിക്ക് നമ്മളൊരു 1000 രൂപ കൊണ്ട് കൊടുത്താൽ നമുക്കെന്തോ, അയാൾ 1 ലക്ഷവും 10 ലക്ഷവും 1 കോടിയൊക്കെ സംഭാവന മേടിക്കും. നമ്മളെ ഒരു 1000 കൊണ്ടിരിക്കാൻ പോകുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഇവിടെ ഒരു അപ്പച്ചൻ KP യോഹന്നാൻ 500 രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്. പുള്ളി ഒന്ന് തിരക്കെന്ന് പറഞ്ഞേക്കണേ എന്ന് പറയുന്ന പോലെ അവരൊക്കെ കോടികളുള്ളവരാണ് എന്ന് പറയുന്ന പോലെ ദൈവം അതിനൊക്കെ മുകളിലാണ്. അപ്പം ദൈവത്തിന് നമ്മൾ കൊടുത്തു എന്നെങ്ങനെ പറയാൻ കഴിയും? അത് ദൈവം സ്വീകരിച്ചോ? ഒരു ബെഗർ, ഒരു ഭിക്ഷക്കാരൻ വന്ന് നമ്മുടെ കയ്യിലോട്ട് ഇന്നാ അമ്മ ഇരിക്കട്ടെ എന്നും പറഞ്ഞൊരു 10 രൂപ എന്നാൽ നമ്മൾ എന്തോ പറയും? അയ്യോ 10 രൂപ കിട്ടിയല്ലോ എന്ന് നമ്മൾ പറയത്തില്ല. നീ എടുത്തോ, അത് നീ എടുത്തോളാൻ പറയും, നമുക്ക് വേണമെന്ന് പറയും. അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കാൻ നമുക്ക് സാധിക്കത്തില്ല, ദൈവത്തിന് അർപ്പിക്കാനേ സാധിക്കുള്ളൂ. നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ, കർത്താവേ എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ട് അല്ലെങ്കിൽ ഇത്ര ഉള്ളൂ, നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ ഇത് സ്വീകരിക്കണമേ. അതുകൊണ്ട് സ്തോത്രാഴ്ച ദശാംശമൊക്കെ ആരെങ്കിലും ഓഫറിംഗ് ബാഗിൽ ഇടുന്ന സമയത്ത് ഓർത്തോണം, നമ്മളാരും ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുകയല്ല,
ഇനി ബാഗ് നമ്മൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നൊരു പരിപാടി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇടാൻ പറ്റൂ. പക്ഷെ മനസ്സിൽ നമ്മൾ താഴോട്ടിടുന്നവരായിരിക്കരുത്, മനസ്സിൽ നമ്മൾ മുകളിലോട്ട് കൊടുക്കുന്നവരായിരിക്കണം. നമ്മൾ ദൈവത്തിന് അർപ്പിക്കുകയാണ്. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആ കാര്യത്തിൽ അനുഭവപ്പെടുകയേ വേണ്ട. പ്രൈസ് ദ ലോർഡ്. അത് മാത്രമല്ല, നമ്മൾ സിമ്പതിയുടെ പുറത്ത് കൊടുക്കുന്നവരായിരിക്കരുത്. സിമ്പതി, ഒരുത്തിന് പൈസ ഒന്നുമില്ല, നല്ല ഉടുപ്പൊന്നുമില്ല, സിമ്പതി, അവനൊരു ഉടുപ്പ് കൊടുത്താലോ, സിമ്പതിയുടെ പുറത്ത് കൊടുക്കുന്നവരാകരുത് നമ്മൾ ഒരിക്കലും. ദൈവത്തിന് നമ്മുടെ സിമ്പതിയുടെ ആവശ്യമില്ല. പിന്നെ പ്രസ്റ്റീജ് നോക്കി കൊടുക്കുന്നവരെ, അഭിമാനം നോക്കി കൊടുക്കുന്നവരെ, വേറൊരാൾ കൊടുത്തു അതിനേക്കാൾ കൂടുതൽ ഞാൻ കൊടുക്കും. പാസ്റ്റർ വീട്ടിൽ വന്നപ്പോൾ ആ വീട്ടുകാർ 500 രൂപ കൊടുത്തു, ഞാൻ 5000 രൂപ കൊടുക്കും, എന്നാൽ പാസ്റ്റർ എനിക്ക് വേണ്ടി എന്നെ കൂടുതൽ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊക്കെ ഉള്ളത് മാനുഷികമായ ഒരു ചിന്തയാണ്. നമ്മൾ പാസ്റ്ററെ ഓർത്ത് പൈസ കൊടുത്താൽ അങ്ങനെയൊക്കെ വരും, പക്ഷെ ദൈവത്തിന് വേണ്ടി കൊടുത്താൽ അങ്ങനൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല. ഈ കാര്യങ്ങൾ ഒത്തിരി നമുക്ക് ചിന്തിക്കാനുണ്ട്. പിന്നെ നമ്മൾ ദൈവത്തിന് വേണ്ടി ചിലവാക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മറ്റൊരു വലിയ ചിന്തയാണ്. എന്താണെന്ന് പറയാമോ? പറഞ്ഞാട്ടെ. നമ്മളെന്താണ് പ്രതീക്ഷിക്കുന്നത് ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ? കുറേ പൈസ കൊടുത്തു, 1000 രൂപ കൊടുത്തു എന്നിരിക്കട്ടെ, 2000 രൂപ കൊടുത്തു, എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇരട്ടി പ്രതിഫലം. ഇരട്ടി എന്ന് ജെയിംസ് ഞാൻ പറഞ്ഞുള്ളൂ. ഇവിടെ ഇരട്ടിയൊക്കെ മാറി. ഇപ്പം 100 1000 ഇരട്ടിയാ. ഇപ്പം ചിലർ പറയുന്നത് 10000 ഇരട്ടിന്ന്. അതായത് 100 രൂപ ഓഫറിങ് ഇട്ടാൽ 100 ഗുണം 10000 എത്ര? 10 ലക്ഷം രൂപ വരുന്നത്. ഇവിടെ ലോട്ടറിക്ക് എത്ര രൂപ ആകും? അതിലും നല്ല പരിപാടിയല്ലേ ഇത്. ഒരാളിങ്ങനെ ഒരു കൺവെൻഷൻ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ കൂടെ ദൈവത്തിൻ്റെ ബാങ്കിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ TV പ്രോഗ്രാം കണ്ടിട്ട് TV-യുടെ ആൾക്കാർ അതിനകത്ത് ചോദിച്ചേക്ക്, ദൈവത്തിന് ഏത് ബാങ്കിലാണ് അക്കൗണ്ട്, എനിക്കൂടെ കുറച്ച് ഇടാനാണ് എന്ന് പറയുന്ന പോലെ ഒത്തിരി ഫൂളിഷ്നെസ് നമ്മൾ കേൾക്കാറുണ്ട്. ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നത് ദൈവം ഇങ്ങോട്ട് തരാനല്ല, അതിന് വല്ല ഗ്യാംബ്ലിങ്ങിന് വല്ലതും പോയാൽ മതി ഇങ്ങോട്ട് കിട്ടാൻ. നമ്മൾ 100 രൂപ കൊടുത്തു, 1000 രൂപ ഇങ്ങോട്ട് കിട്ടുന്നു, അല്ല 100 ഗുണം 100 10000 രൂപ ഇങ്ങോട്ട് ഇടുന്നു. ഗ്യാംബ്ലിങ്. നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് ഒരിക്കലും തിരിച്ചു കിട്ടാനല്ല, തിരിച്ചു കിട്ടാൻ പ്രതീക്ഷിക്കാൻ വേണ്ട. വേറെ ചിലർ പറയുന്നത് സ്വർഗത്തിൽ എനിക്ക് ഭയങ്കര പ്രതിഫലം കിട്ടും. അതൊക്കെ നമ്മുടെ തെറ്റായ ചിന്താഗതി. നമുക്ക് ഈ പ്രതിഫലം എന്നുള്ളൊരു ചിന്തയേ ഉള്ളൂ. നമ്മളല്ല, നമ്മളെ ആ സ്നേഹം കൊണ്ടൊന്നും കൊടുക്കുന്നൊന്നും അല്ല. സ്വത്രാഴ്ച ഒരു 1000 രൂപ അങ്ങോട്ട് ഇട്ടാലും നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് 1000 രൂപ ആയിട്ട് അടുത്ത വർഷമാകുമ്പോൾ എനിക്ക് സാലറി ഇൻക്രിമെൻറ്റ് കിട്ടും. വേറെ ചിലരുടെ ചിന്ത, സ്വർഗത്തിൽ എനിക്ക് വലിയ കെട്ടിടം പണിഞ്ഞിട്ടുണ്ട്, വലിയ വീട്. ഇപ്പോൾ പൗലോസിങ്ങളൊരു വീട് പണിഞ്ഞു, അതുപോലെ വലിയൊരു വീട്. ഇനിയും കുറച്ചുകൂടെ പൈസ കൊടുത്താൽ അതിനേക്കാളുള്ള ഡബിൾ ഉള്ള വീട്. പൗലോസിങ്ങളുടെ വീട് എത്ര? 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ 3000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് എൻ്റെ 100 രൂപ കൊണ്ട് കിട്ടുമെങ്കിൽ 100 രൂപ കൊടുത്തേക്കാം. അപ്പോൾ 6000 സ്ക്വയർ ഫീറ്റ്. ഇതൊക്കെ നമ്മുടെ വെറും ചിന്തകളാണ്. സ്വർഗത്തിൽ ചെന്നത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു വലിയ കെട്ടിടങ്ങളിൽ താമസിക്കും, അതിനൊന്നും അല്ല നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്. നമ്മൾ സ്വർഗത്തിൽ പോകുന്ന ഒറ്റ ഉദ്ദേശത്തില്ല, കെട്ടിടത്തിൽ താമസിക്കാമെന്നല്ല, യേശുവിനെ കാണാനാണ്. യേശു എവിടെ ഉണ്ട് അതാ സ്വർഗം. അത് കൂടിയ സ്വർഗവും നരകവും ഒന്നും നമുക്കില്ല. ഇനി യേശു നരകത്തിൽ പോയിരുന്നാൽ നമ്മളെല്ലാം നരകത്തിലോട്ട് പോകും. കാരണം ജീസസ് അതേ ഉള്ളൂ നമുക്ക്. അല്ലാതെ അവിടെ വലിയ കെട്ടിടം വെക്കും. അതുകൊണ്ട് കൺവെൻഷൻ്റെ ഒരാൾ വന്ന് സംഭാവന വീട്ടിൽ വന്ന് കൺവെൻഷൻ്റെ ആൾക്കാരെല്ലാം കൂടെ വന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഏറ്റവും കൂടിയ സംഭാവന ഇതുവരെ കിട്ടിയത് 500. സാർ ഞങ്ങൾക്ക് ഒരു 1000 രൂപ തരണം. അന്ന് 1000 കൊടുത്തേക്കാം. അപ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇച്ചിരി വലിയ വീട് കിട്ടില്ല, ഒന്നും കിട്ടുകയില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒന്നും കിട്ടുകയില്ല. അതുകൊണ്ട് അവൻ കിട്ടത്തില്ല എന്ന് ഞാൻ പറയുന്നത് വേദോസ്തവത്തിന് വിപരീതമായി പോകും. അതുകൊണ്ട് കിട്ടത്തില്ല എന്നല്ല, അത് എൻ്റെ ലാംഗ്വേജാണ്. ദൈവം തരും, അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി 1 ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിനും പ്രതിഫലം തരുന്നവനാണ് ദൈവം. പക്ഷെ ഞാൻ പറഞ്ഞ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം അതായിരിക്കരുത്. വേദോസ്തവത്തിൽ പറഞ്ഞു 1 ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിനും പ്രതിഫലം തരും. അപ്പം വീട്ടിലൊരു ഉപദേശി അടുത്ത ദിവസം വന്നപ്പം പിള്ളേരെല്ലാം കൊണ്ട് വെള്ളം കൊടുക്കുക. ഉപദേശിക്ക് 3-4 പിള്ളേരുണ്ട്, എല്ലാവരും ഓരോ ഗ്ലാസ് വെള്ളം. കാരണം ഉപദേശിക്ക് വെള്ളം കൊടുത്താൽ അതിനും പ്രതിഫലമല്ലേ കിട്ടുന്നത് എന്ന് പറയുന്നവരുള്ള ബാലിശമായ ചിന്തകളിലായിരിക്കും കുടുങ്ങിപ്പോകരുത് നമ്മൾ ഒരിക്കലും. സ്വർഗത്തിൽ പ്രതിഫലം കിട്ടും എന്നുള്ളത് കൊണ്ടല്ല നമ്മൾ ദൈവനാമത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്. സ്വർഗത്തിൽ പ്രതിഫലം കിട്ടും, അത് ദൈവത്തിൻ്റെ വിശ്വസ്തത, നമുക്കതല്ല പ്രശ്നം. നമ്മുടെ വിശ്വസ്തതയാണ് ശരിക്കും യഥാർത്ഥത്തിൽ അവിടെ ചോദ്യമായിട്ട് വരുന്നത്. സ്വർഗത്തിൽ നിക്ഷേപം കൂടാൻ വേണ്ടിയുള്ള സ്വാർത്ഥ ചിന്തയോടുകൂടി ആയിരിക്കരുത് ദൈവത്തിന് കൊടുക്കുന്നത്. സ്വർഗത്തിൽ പ്രതിഫലം കൂടട്ടെ, അത് നല്ല കാര്യം തന്നെയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്, ദൈവം അത് ചെയ്യും, അത് നമുക്കറിയാം. തിരുവചനത്തിൻ്റെ പ്രോമിസസ്, വാഗ്ദാനമൊക്കെയും അത് തന്നെയാണ്. ഞാൻ തിരിച്ചു പറഞ്ഞൊന്നും അല്ല കേട്ടോ, ഞാൻ പിന്നെ പറഞ്ഞതേ ഉള്ളൂ. ആമേൻ. സോ അഹങ്കാരത്തോട് കൊടുക്കരുത്, നോട്ട് വിത്ത് പ്രൈഡ്. എനിക്ക് പണം ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് ഞാൻ കൊടുക്കും. അഹങ്കാരത്തോട് ഒരിക്കലും ദൈവത്തിന് വേണ്ടി കൊടുക്കരുത്. ചിലർ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് അഹങ്കാരത്തോടെയാണ് കൊടുക്കുന്നത്. ഞാനാണ് ഇവിടുത്തെ സകല മിനിസ്ട്രികൾ നടത്തുന്നത്, ഇവിടുത്തെ ഏത് വലിയ മിനിസ്റ്റർ നോക്കിയാൽ എല്ലാം എൻ്റെ പണം കൊണ്ടാണ് നടത്തുന്നത്, ഇവിടുത്തെ ഉപദേശിമാരെല്ലാം ജീവിക്കുന്നത് എൻ്റെ പണം കൊണ്ടാണ് ജീവിക്കുന്നത്. നോ 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 നോ. ഇവിടുത്തെ ഒരു ഉപദേശിക്കും ജീവിക്കാൻ ഒരു മനുഷ്യൻ്റെയും പൈസയുടെ ആവശ്യമില്ല. ഉപദേശി ദൈവത്തെ നോക്കി ഇറങ്ങിയതാണെങ്കിൽ ഒരു മനുഷ്യനും പൈസ കൊടുക്കണ്ട, ദൈവം ചെയ്തോളൂ. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് വലിയൊരു ഭാരം ഉണ്ടായിരുന്നു, എനിക്ക് വലിയൊരു മടിയുണ്ടായിരുന്നു.
അതായത് എനിക്കാരോടും പൈസ മേടിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. ഒരാളോട് പോലും പൈസ മേടിക്കും. എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്കിനി പൈസ ഒന്നും ഇല്ലെങ്കിലും സാരമില്ല, പട്ടണി കിടന്നല്ലോ, എനിക്ക് എന്നാലും ആരുടെ പൈസ ഒന്നും വേണ്ട എന്നുള്ളൊരു പക്ഷക്കാരനായിരുന്നു ഞാൻ. പക്ഷേ ദൈവം എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റി. ആ ആറ്റിറ്റ്യൂഡ് മാറ്റിയതിനെ പറ്റി പിന്നീട് പറയാം, അത് മറ്റൊരു പോയിൻ്റായിട്ട് തന്നെ പറയാം, അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ. അപ്പം പക്ഷേ പല ആൾക്കാരും ചിന്തിക്കുന്ന ഉപദേശിമാരെന്ന് കേട്ടാൽ ഉടനെ നമ്മൾ അവർക്കെല്ലാം പൈസ കൊടുത്തേക്കണമെന്നാണ്. എന്തിനാണ് കൊടുക്കുന്നത്? ഉപദേശിമാരെ നേരെ നിർത്താനോ, അല്ല ഉപദേശിമാരെ ദൈവവചനത്തിൽ നിർത്താനോ, ഉപദേശിമാർക്ക് വലിയ മിനിസ്ട്രി ഉണ്ടാകാനോ, ഉപദേശിമാർ പണക്കാരാകാനോ? എന്തിനാണ് കൊടുക്കുന്നത്? ഒന്നും നടക്കുകയില്ല. ഉപദേശിമാരെ നോക്കേണ്ട ആവശ്യം ജനങ്ങൾക്കില്ല. ഉപദേശിമാരെ നോക്കുന്നത് ദൈവമാണ് നോക്കുന്നത്. അവിടെ നിൽക്കുക, പറയട്ടെ, ഇടയ്ക്ക് ചാടി കയറി വെടിവെക്കുക, തോക്കി കയറി വെടിവെക്കുക, ഒരു കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പം ഉപദേശിമാരെ നോക്കേണ്ട ആവശ്യം ജനങ്ങൾക്കില്ല. ഉപദേശിമാരെ നോക്കേണ്ടത് ജനമല്ല, ദൈവമാണ് നോക്കുന്നത്. ഞാൻ എൻ്റെ പോക്കറ്റിൻ്റെ വലിപ്പം കൊണ്ട് ഒരു ഉപദേശിയെ ശുശ്രൂഷിക്കാനോ ഒരു ഉപദേശിയെ വളർത്താനോ തളർത്താനോ കഴിയത്തില്ല. ഒരിക്കലും അത് കഴിയത്തില്ല. അങ്ങനെ ആറ്റിറ്റ്യൂഡുള്ള ഒത്തിരി പേരുണ്ട്. അതാണ് പറയുന്നത് വിത്ത് പ്രൈഡ്. ചിലർ എന്നിട്ട് അഹങ്കാരത്തോടെ പറയാനുണ്ട്, ഞാൻ കൊടുത്തു, ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുത്തു. അതുകൊണ്ട് ഒരു പ്രൈഡ് ഒരിക്കലും അങ്ങനെ ആ രീതിയിൽ കാണരുത്. ആമേൻ. എന്ന് മാത്രമല്ല, ഇനി മറ്റൊരു കാര്യം, നോട്ട് ടു ഗിവ് ടു ബി ഓണേഡ് ബൈ മാൻ. മനുഷ്യൻ കാണാൻ കൊടുക്കരുത്, മനുഷ്യരുടെ മുമ്പിൽ മാനം കിട്ടാൻ. ഈ ഞാനൊരു ഉപദേശി ആയതുകൊണ്ട് എല്ലാ ഉപദേശിമാരുടെ കാര്യം പറയുന്നത്. ഉപദേശിമാരുടെ കാര്യം അല്ലാതെ നമുക്ക് ചിന്തിക്കാം. ഈ ഉപദേശിമാരുടെ ഒരു പ്രത്യേകത എന്നാണെന്ന് അറിയാം. ഉപദേശിമാർക്ക് കൂടുതൽ പണം കിട്ടുന്നവരുടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക വിനയവും ഒരു പ്രത്യേക താഴ്മയും ഒരു പ്രത്യേക സ്നേഹവും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സ്നേഹം കിട്ടാൻ വേണ്ടി ഉപദേശിക്ക് കൊടുക്കരുത്. ഉപദേശിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മേടിക്കാൻ ഉപദേശിമാർ നിൽക്കുകയും ചെയ്യരുത്. ആമേൻ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടായിരിക്കരുത് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്. ഇനി വചനത്തിലെ വാഗ്ദാനങ്ങൾ ഒത്തിരി കിടപ്പുണ്ട്. ആ വാഗ്ദാനങ്ങളൊക്കെ ദൈവം നിവർത്തിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും ആ വാഗ്ദാനങ്ങളെ മാത്രമേ കാണാറുള്ളൂ. വാഗ്ദാനങ്ങൾ കാണണം. എന്നാൽ പൗലോസ് ഈ വാക്യങ്ങളിൽ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ഒരു മാനുഷികമായ സംതൃപ്തിക്ക് വേണ്ടി ദൈവത്തിന് കൊടുക്കുന്നവരായിരിക്കരുത്. കാരണം അങ്ങനെ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല. അങ്ങനെ നമ്മുടെ കയ്യിലൊന്നുമില്ല. ദൈവം നമുക്ക് തന്നെങ്കിലല്ലേ നമുക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ കൊടുത്തു, ഞാൻ കൊടുക്കും എന്നുള്ള വിചാരം ആർക്കും ഉണ്ടായിരിക്കരുത്. എന്നിട്ട് ഒരു കാര്യം മാത്രം ഞാൻ ഇതിനോട് ചേർന്ന് ഒറ്റ കാര്യം മാത്രം പറയാം, എങ്ങനെ കൊടുക്കണം. ഗിവിങ് ഷുഡ് ബി ഔട്ട് ഓഫ്. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം, ബാക്കിയൊക്കെ 6-ാം വാക്യം മുതലുണ്ട്. ഗിവിങ് ഷുഡ് ബി ഔട്ട് ഓഫ് ലവ്. സ്നേഹം കൊണ്ട് മാത്രം. സ്നേഹം മാത്രമേ ഉള്ളൂ അതിനാധാരമായിരിക്കുന്നത്. മറ്റൊന്നും നമ്മൾ കൊടുക്കുന്നതിന് ആധാരമായിരിക്കും. അത് മനുഷ്യരോടുള്ള സ്നേഹമല്ല, ദൈവത്തോടുള്ള സ്നേഹം. ഞാൻ എൻ്റെ സഹോദരനെ നോക്കുമ്പോൾ കാണുന്നത് ദൈവത്തിൻ്റെ മുഖമാണെങ്കിൽ ഞാൻ ദൈവത്തിനു വേണ്ടി ആയിരിക്കും അവന് കൊടുക്കുന്നതും അതിനോട് ചേർന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് സ്നേഹം എന്ന് പറയുന്നത് ഒരൊറ്റ പോയിൻ്റ് ഞാനിപ്പോൾ പറയുന്നുള്ളൂ. സ്നേഹം ബാക്കിയുള്ളതൊക്കെ അവിടെ അടുത്ത 6 മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും, ദൈവത്തിന് വേണ്ടി നമ്മളൊരു മൈക്കിൻ്റെ കേബിള് മടക്കിയാലും, ദൈവത്തിന് വേണ്ടി ഒരു പാവിരിച്ചാലും, ദൈവത്തിന് വേണ്ടി ഒരു കസേര ഇട്ടാലും എല്ലാം സ്നേഹത്തിൻ്റെ പുറത്തായിരിക്കണം. അത് പാസ്റ്ററോടുള്ള സ്നേഹമല്ല, അത് മറ്റൊന്നിനോടുമുള്ള സ്നേഹമല്ല. ലവ് ടു ഗാഡ്, ദൈവത്തോടുള്ള സ്നേഹം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം. നമുക്ക് യോഗ്യതയില്ലായിരുന്ന സ്ഥാനത്ത് നമ്മളെ സ്നേഹിച്ചു. വൈൽ വി വെർ യെറ്റ് സിന്നേഴ്സ്, നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ചതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആമേൻ. നമ്മുടെ പണമോ നമ്മുടെ പ്രതാപമോ ഒന്നും നോക്കിയല്ല, നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ചതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ദൈവത്തിന് വേണ്ടി പണം കൊടുക്കുകയോ പാവിരിക്കുകയോ കസേരയിടുകയോ ഏത് ശുശ്രൂഷ ചെയ്താലും ആ സ്നേഹം കൊണ്ട് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സോ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സഭയിലുള്ള ശ്രമവുമൊക്കെയാണ് ദൈവനാമ സഭയിലൂടെ വളരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തോ ചെയ്താലും സ്നേഹത്തിൽ മാത്രം ചെയ്യുന്നവരായിരിക്കണം. ഒരു കൊട്ടേഷൻ വായിക്കാം. ദ ഫൈനസ്റ്റ് ഗിഫ്റ്റ്സ് ആർ ദോസ് മെയ്ഡ് ബിഫോർ ദേ ആർ റിക്വസ്റ്റഡ്. ചോദിക്കുന്നതിന് മുമ്പേ, ആവശ്യപ്പെടുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എത്തിക്കുന്ന ഒരു ഗിഫ്റ്റ്, അതാണ് ഏറ്റവും ഫൈൻ ഗിഫ്റ്റ് എന്നാണ് പറയുന്നത്. ഒരാളുടെ ആവശ്യത്തിൽ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അവരെ സഹായിക്കുന്നതാണ്. വേദപുസ്തകത്തിൽ പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം അറിയുന്നു. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ അങ്ങോട്ട് നടന്നു പോവുകയാണ്, അവിടെ റോഡിലൊന്നും ആരുമില്ല, ഒരു പട്ടി ഇങ്ങനെ നാക്കൊക്കെ പുറത്തോട്ട് നീട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ എന്തോ ചെയ്യും? അങ്ങനെ ഒരു പട്ടിയെ കണ്ട, പേപ്പട്ടി ആയിരിക്കാം, നമ്മളപ്പോൾ എന്തോ ചെയ്യും?
നമ്മളെന്തോ ചെയ്യും? കല്ലെടുത്തെറിഞ്ഞാലും പ്രയോജനമില്ല, കാരണം പട്ടിക്ക് പേ ഇല്ലയോ. അപ്പോൾ നമ്മളോടൊന്ന് പ്രാർത്ഥിക്കും. ഞാനങ്ങനെ ചെയ്യുന്നത്, നിങ്ങളോ എന്തോ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാനവിടൊന്ന് പ്രാർത്ഥിക്കും, ദൈവമേ പട്ടിയെ ഓടിക്കണമെന്ന് പ്രാർത്ഥിക്കും. വേദപുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് ആ പട്ടിയെ നമ്മൾ കാണുന്നതിന് മുമ്പേ ദൈവം അറിയുന്നു ഇവൻ ഇത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമേൻ. എത്ര പേർക്ക് മനസ്സിലായി? ആമേൻ. ഞാനങ്ങോട്ട് പോയപ്പം ഒരു പോലീസുകാരൻ അവിടെ നിൽക്കുന്നു, തെറ്റ് ചെയ്തിട്ടാ, എന്നാലും അവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ പോലീസുകാരൻ കാണാതെ പോകാൻ സഹായിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ദൈവം അതറിയുന്നതാണ്, തെറ്റ് ചെയ്തിട്ട് പോകുന്ന കാര്യമല്ല. ഓക്കെ. സോ അതുകൊണ്ട് നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നോ അത് മുമ്പേ അറിയുന്നവനാണ് ദൈവം എന്ന് മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ അതിൻ്റെ റിസൾട്ടും ദൈവം അയച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മൾ അറിഞ്ഞില്ല എന്ന് മാത്രം. ഒരുപക്ഷെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും റിസൾട്ട് തരുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എപ്പോഴും സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അവിടെ മാനുഷികമായ വികാരങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പൽഷൻ, നിർബന്ധം വരാൻ പാടില്ല, അഹങ്കാരം വരാൻ പാടില്ല, മനുഷ്യരുടെ മുമ്പിലുള്ള മാനം പ്രതീക്ഷിച്ചായിരിക്കരുത്, സിമ്പതിയോ അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി ജോലി ചെയ്യുക എന്നുള്ള അതുപോലത്തെ ഒരു ഫീലിംഗ് ഒരിക്കലും ആയിരിക്കരുത്. ദൈവത്തോടുള്ള നമ്മുടെ സകല ബന്ധവും സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. എല്ലാ ബന്ധവും സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സ്നേഹം എന്നൊന്ന് പറഞ്ഞാട്ടെ. ദൈവത്തോടുള്ള സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നു. ഗോഡ് ഹിയേഴ്സ് അവർ പ്രയർ ഈവൻ ബിഫോർ വി തിങ്ക് അബൌട്ട് ഇറ്റ്. ആമേൻ. നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചവനാണ്. നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാണ്. എന്നാൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച ഈ 1-ാം നൂറ്റാണ്ടിൽ മരിച്ചു. അപ്പം നമ്മൾ ഈ ലോകത്തിൽ വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി മരിച്ചതാണ് യേശുവിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിങ്ങോട്ട് ഇവൻ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം, ഇവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇവന് വേണ്ടി മരിക്കാം എന്നല്ല യേശു ചിന്തിച്ചത്. ദൈവം അങ്ങനല്ല ചിന്തിച്ചത്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അതിനു മുമ്പേ. അതുകൊണ്ട് കർത്താവിന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോഴും ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. ആ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടായിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. സ്തോത്രം. ഇനി എവിടെ കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയും കൂടെ നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് കാണാം. ഞാൻ ഈ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതിനോട് ചേർന്ന് ചില വാക്യങ്ങളും കൂടെ ഇപ്പോൾ വായിക്കേണ്ടി വരും. എവിടെ കൊടുക്കണം എന്നുള്ളതും കൂടെ നമ്മൾ പ്രത്യേകമായിട്ട് ഒന്ന് ചിന്തിച്ചിരിക്കണം. ഒരുപക്ഷെ നമ്മൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നത് തികച്ചും ഒരു വ്യത്യസ്തമായ ഒരു പുതിയൊരു കാര്യമായിരിക്കും നമ്മൾ എവിടെ കൊടുക്കണം എന്നുള്ളതിനെപ്പറ്റി കേൾക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനത്തിനും സുവിശേഷ പ്രവർത്തനത്തിനും സഭയുടെ ആവശ്യങ്ങൾക്കും ഒക്കെ കൊടുക്കണമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കണം, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം നമ്മൾ പതിവ് പോലെ തന്നെ ചെയ്യുകയും വേണം. എന്നാൽ അതിലുപരി കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് വെയർ ടു ഗിവ്. വേദപുസ്തകത്തിൽ ഒത്തിരി അടുത്ത് കൊരിന്ത്യർ ലേഖനം എന്ന് മാത്രമല്ല മറ്റ് പല പുസ്തകങ്ങളിലും കൊടുക്കുന്നതിന്, കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിട്ടുള്ളിടത്തൊക്കെയും ഒരു സഭയോട് ചേർന്നാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു സഭയോട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഈ വായിക്കുന്ന വാക്യം തന്നെ നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ഫണ്ട് ഉണ്ടാക്കി യെരുശലേം സഭയിൽ കൊണ്ട് കൊടുക്കാനല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ മുഴുവൻ പൗലോസ് ഈ ലേഖനത്തിൽ പറഞ്ഞത്. 8-ാം അധ്യായം 9-ാം അധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ കൊരിന്ത്യ സഭ അല്ലെങ്കിൽ മക്കദോന്യയിലെ സഭകൾ, ഈ സഭകളൊക്കെയും അവിടെ ഫണ്ട് ശേഖരിച്ചിട്ട് മറ്റൊരു സഭയിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഫണ്ട് ശേഖരണം നടക്കുന്ന ഒരു സഭയുടെ കീഴിലായിരിക്കണമെന്നാണ് പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതൊരു പുതിയ അറിവായിരിക്കും പലപ്പോഴും. നമ്മൾ പലപ്പോഴും വിചാരിച്ച് ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ കൊടുത്തോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദൈവം പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ, അതായത് സഭയാകുന്ന കുടുംബത്തിൽ തന്നെ കൂടുതൽ കൊടുക്കണമെന്നാണ്. ഓക്കെ, ഒന്നാമതായിട്ട് നീഡ്സ് ഓഫ് ദി ലോക്കൽ ചർച്ച്, ലോക്കൽ സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നവരാണ്. ഗിവിങ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ചർച്ച്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെ ഒരാൾ വായിച്ചാട്ടെ. ഈ ഒരു ഇത് മനസ്സിൽ നിർത്തി ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 14 മുതൽ 18 വരെ വായിച്ചാട്ടെ. കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചു നന്നായി. ആര് കൂട്ടായ്മ കാണിച്ചു? ഫിലിപ്പിയിലെ സഭ. എല്ലാവരും പറഞ്ഞാട്ടെ, ഫിലിപ്പിയ സഭ. പലരും ഇരുന്ന് ഉറങ്ങുന്ന പോലെ എനിക്ക് തോന്നുന്നു, അതിനെ ഞാനിങ്ങനെ പറയിപ്പിക്കുന്നത്. ഫിലിപ്പിയ സഭ പറഞ്ഞാട്ടെ. ഓക്കെ, വായിച്ചാട്ടെ. നിങ്ങൾ മാത്രമല്ലാതെ വേറെ ഒരു സഭയും. അപ്പോൾ പൗലോസ് സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കുന്നത് എവിടെ നിന്നാണ്? അല്ലെങ്കിൽ സാമ്പത്തിക ഇങ്ങനെ ഇത് പ്രതീക്ഷിക്കുന്നത് എവിടെ നിന്നാണ്? സഭകളിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ മാത്രമല്ലാതെ മറ്റ് സഭകളൊന്നും
കൂട്ടായ്മ കാണിച്ചില്ലെന്ന്. സഭകൾ കൂട്ടായ്മ കാണിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫണ്ട് ശേഖരണം എല്ലാം സഭ ബേസ്ഡ് ആയിട്ടിരിക്കണമെന്നാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ വാക്യങ്ങൾ വായിക്കാം, കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടി. വായിച്ചാട്ടെ. തെസലോനിക്ക എന്ന് പറഞ്ഞേക്കുന്നത് ഒരു വ്യക്തിയുടെ പേരല്ല പറഞ്ഞേക്കുന്നത്. തെസലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ 1-2 പ്രാവശ്യം തന്നു. വായിച്ചാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ സഭയോട് ചേർന്നാണ് ഫണ്ട് ശേഖരണം നടന്നിരുന്നത് എന്ന് നമുക്ക് മറ്റ് പല വാക്യങ്ങളിൽ നിന്നും കൂടി കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഗലാത്യ ലേഖനം 6:10 വായിച്ചാട്ടെ. സഹവിശ്വാസികൾക്ക്, കൂടെയുള്ള വിശ്വാസികൾക്ക്, അവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് സഭയോട് ചേർന്നുള്ള ഒരു ഫണ്ട് ശേഖരണത്തെ പറ്റിയാണ്. എല്ലാവർക്കും നന്മ ചെയ്യണം, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യണം. അത് പ്രത്യേകിച്ച് അവിടെ പറയുന്ന സഭയോട് ചേർന്നുള്ള ഒരു ഫണ്ട് ശേഖരണത്തെ പറ്റിയാണ് നമുക്ക് അവിടെയും കാണാൻ കഴിയുന്നത്. ഇനി റോമ ലേഖനം 15:26-27 വായിച്ചാട്ടെ. എല്ലാവരും ഈ വാക്യങ്ങൾ അടയാളപ്പെടുത്തണം. റോമർ 15:26-27. അത് ഇപ്പം നമ്മൾ നേരത്തെ വായിച്ച വാക്യങ്ങളെപ്പറ്റി തന്നെയാണ് പറയുന്നത്. എന്നാലും യെരുശലേമിലുള്ള സഭയെ സഹായിക്കുവാൻ വേണ്ടി അക്കായ എന്ന് പറയുന്ന കൊരിന്ത്യയിലുള്ള ചെറിയൊരു പ്രോവിൻസ് അക്കായയിലുള്ള ദൈവമക്കൾക്കും അതുപോലെ തന്നെ മറ്റെവിടെ തെസലോനിക്ക അക്കായയിലുള്ള മക്കദോന്യയിലുള്ള ആളുകൾക്ക്, അപ്പോൾ എല്ലാം ഒരു ചർച്ച് റിലേറ്റഡ് ഫണ്ടാണ് നമ്മളവിടെ കാണുന്നത്. ഫണ്ട് റൈസിങ് എല്ലാം ചർച്ച് റിലേറ്റഡ് ആണ്. അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ എപ്പോഴും ഒരു സഭയോട് ചേർന്നുള്ള ഫണ്ട്, നമുക്കൊരു മിനിസ്ട്രി ചെയ്യണം, കുറച്ച് മിഷണറിമാരെ നോർത്ത് ഇന്ത്യയിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സഭയായിട്ടൊരു ഫണ്ട് ശേഖരിക്കും. ഞാൻ കോട്ടയം ഫിലദൽഫിയ IPC ചർച്ചിൽ ഒരാഴ്ച അസിസ്റ്റൻറ്റ് പാസ്റ്ററായിരുന്നു, ഒരാഴ്ച മാത്രം. അവിടെ അന്ന് ഏകദേശം 50 മിഷണറിമാരെ അവർ നോർത്ത് ഇന്ത്യയിൽ അയച്ച്, ചർച്ച് തന്നെയാണ് ചെയ്യുന്നത്, അവിടെ പാസ്റ്ററോ വ്യക്തിയോ ഒന്നുമല്ല, നോർത്ത് ഇന്ത്യയിലേക്ക് അയച്ച് ഒരു 50 മിഷണറിമാരെ അവിടെ മിനിസ്ട്രിക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് 100 പേരായെന്ന് പറയുന്നത് കഴിഞ്ഞിടയ്ക്ക്. അപ്പോൾ ഈ 100 പേരെ ഒരു വ്യക്തിയല്ല, ഒരു സഭയാണ്. ഇപ്പോൾ സഭയിലുള്ള എല്ലാവരും കൂടെ ഫണ്ട് കളക്ട് ചെയ്യുന്നു, ശേഖരിക്കുന്നു, എന്നിട്ട് ആ ഫണ്ട് മൊത്തം കൂടെ മിനിസ്ട്രിക്ക് വേണ്ടി ഉപയോഗിക്കണം. ഒരു ഓർഫനേജ് തുടങ്ങണം. പാസ്റ്റർ അല്ല ഓർഫനേജ് തുടങ്ങുന്നത് സഭയായിരിക്കണം, സഭയോട് ചേർന്ന്. ഇനി പലയിടത്തും വ്യക്തികൾ തുടങ്ങിയ ഓർഫനേജുകൾ നമുക്ക് കാണാം. ഈ മിക്കവാറും ഒക്കെ ഉള്ളത് വന്ന എങ്ങനെയാണെന്നറിയാമോ? പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ നമുക്കൊരു ഓർഫനേജ് തുടങ്ങിയാലോ എന്ന് ചോദിച്ചപ്പോൾ പാസ്റ്റർ പിന്നെ ഓർഫനേജ്, ഇവിടെ ജനങ്ങളെല്ലാം പാപത്തിൽ മരിക്കാൻ തുടങ്ങുമ്പോൾ ഓർഫനേജ് തുടങ്ങുന്നത്, ഇയാളെ കൊണ്ട് നടക്കുകയില്ല, നമുക്ക് വേറെ പരിപാടി നോക്കാം. അപ്പോൾ സഹോദരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, അവിടെ രജിസ്റ്റർ ചെയ്ത്, കാരണം ഇന്ത്യയിൽ ആർക്ക് രജിസ്റ്റർ ചെയ്യാമല്ലോ, ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് സഹോദരൻ അവിടെ ഒരു ഓർഫനേജ് തുടങ്ങി. എന്നിട്ട് എല്ലാവർക്കും കത്തുകൾ എഴുതുകയാണ്, എൻ്റെ ഓർഫനേജിൽ 20 പിള്ളേരുണ്ട്, അവരെ ഓരോരുത്തരെ സ്പോൺസർ ചെയ്യണം. അങ്ങനെ ആ പ്രസ്ഥാനം വളർന്നു. എന്തുകൊണ്ട് അവിടെ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഒരു ലോക്കൽ പാസ്റ്ററുമായിട്ട് ചർച്ചുമായിട്ട് ചേർന്ന് പോകാൻ കഴിഞ്ഞില്ല. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ചർച്ചിനൊരു വിഷൻ ഉണ്ടായിരിക്കണം, എല്ലാവരുടെയും വിഷൻ ഒരുമിച്ച് കൊണ്ടുപോകാൻ പാസ്റ്ററിനും ഒരു വിഷൻ ഉണ്ടായിരിക്കണം, ഈ വിഷൻ എല്ലാം അക്സെപ്റ്റ് ചെയ്യാനും. എല്ലാം കൂടെ ചേർന്ന് പോകുമ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടി. വേദോസ്തുതിൽ പറയുന്നത് പോലെയുള്ള ഒരു മിനിസ്ട്രിയും ഒരു സഭയൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ഉട്ടോപ്പിയ, നടക്കുന്ന കാര്യമില്ല. കാരണം അതുപോലെ മിനിസ്ട്രി അങ്ങ് വൈഡായിപ്പോയി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഏതൊരു മിനിസ്ട്രി ആർക്ക് ചെയ്യണമെങ്കിലും ലോക്കൽ സഭയിൽ അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കണം. ലോക്കൽ സഭയിൽ നിന്ന് മിനിസ്ട്രി ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കണം. ഇവിടുന്ന് ഒരു മിഷണറി ഒരാൾ പറയുകയാണ്, ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോയി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭ അവനെ ഫുള്ള് സ്പോൺസർ ചെയ്യാൻ തയ്യാറായിരിക്കണം. നമ്മുടെ സഭ ഇനി നമ്മുടെ സഭയെ കൊണ്ട് അത് കഴിയത്തില്ലെങ്കിൽ മോനെ അവിടെ നിൽക്കുക, കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ട് വിടാം. അല്ലാതെ അവനെ അങ്ങോട്ട് വിട്ടിട്ട് ഇവിടുന്ന് നാട് മുഴുവൻ കത്തുകൾ എഴുതുകയാണ്, ഞങ്ങളൊരു മിഷണറിയെ വിട്ടു, ഞങ്ങൾ ദേർലഘട്ടയിലോട്ടൊരു മിഷണറിയെ വിട്ടു. ഇപ്പോൾ ഓൾറെഡി ഒരാളുണ്ട്, എന്നാലും ഒരാളോട് ഇരിക്കട്ടെ, അഡീഷണൽ ദേർലഘട്ടയിലോട്ടൊരു മിഷണറിയെ വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഫണ്ട് ഇങ്ങോട്ട് അയച്ചേക്കണമെന്ന് പറഞ്ഞ് കൊടുക്കുന്നതല്ല വേദോസ്തവത്തിലെ പ്രമാണം എന്ന് പറയുന്നത്. വേദോസ്തവത്തിലെ പ്രമാണം അതെല്ലാം ചർച്ചിനോട് റിലേറ്റ് ചെയ്തായിരിക്കണം. ചർച്ചിനോട് ഞാൻ പറയുന്ന കാര്യം പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പലർക്ക് ചർച്ച് കൊടുക്കുന്നത് ഇഷ്ടമല്ല, ചർച്ച് പണം കൊടുക്കുന്നത് ഇഷ്ടമല്ല. ആകെ 1000 രൂപ ഉണ്ട്, ദശാംശം കൊടുക്കാൻ എടുത്തു വെച്ചൊക്കെയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഡൽഹിയിൽ നിന്നൊരു കത്ത് വന്നു, വളരെ മനോഹര, സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെടാൻ, നിങ്ങളുടെ കൃഷി, നിങ്ങളുടെ മക്കൾ, കൊച്ചുമക്കൾ, പഠിത്തം, ജോലി എല്ലാം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള മനോഹരമായ ഒരു കത്ത് വായിച്ചപ്പോൾ ഈ എടുത്തു വെച്ചിരുന്ന 1000 രൂപയിൽ 500 രൂപ അങ്ങോട്ടും കൊടുത്തു, ബാക്കി 500 രൂപ സഭയിലും കൊടുത്തു. അപ്പോൾ 2 ആയല്ലോ. സഭയിൽ കൊടുക്കുന്നത് പലപ്പോഴും ഒരു ബുദ്ധിമുട്ട് തോന്നും. എന്താണെന്നറിയാമോ? സഭ എന്ന് പറഞ്ഞാൽ
റഫ് ആൻഡ് ടഫ്. പാസ്റ്റർ എപ്പോൾ പ്രസംഗിച്ചാലും എനിക്കിട്ടാണ് പ്രസംഗിക്കുന്നത്, എന്നോട് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് പാസ്റ്റർ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങേർക്ക് പൈസ കൊടുത്തു. എന്തിനാ അവിടെ മറ്റേ അങ്ങേരുടെ ലെറ്റർ ഒന്ന് വായിക്കണം, എന്തോ ലെറ്ററാണ് ഇങ്ങനെ ഹൃദയത്തിലോട്ട് കയറി എങ്ങനെ ലെറ്റർ എഴുതുന്നത്. അതുകൊണ്ട് അയാൾക്കിരിക്കട്ടെ 500 രൂപ. സഭയിൽ ഇങ്ങനെ എപ്പോഴും കുത്തി പ്രസംഗിക്കുന്നില്ല, എന്നാലും ഇരിക്കട്ടെ 500 രൂപ പിടിച്ചു, എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഇത് വരുന്ന എന്തുകൊണ്ടാണെന്ന് നമുക്ക് ആ സഭയുമായിട്ട് ചേർന്ന് പോകാൻ കഴിയാത്തത് കൊണ്ടാണ്. സഭയുമായിട്ട് ചേർന്ന് തന്നെ പാസ്റ്ററും വിശ്വാസികളും കൂടെ ചേർന്ന് പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതും വേദപുസ്തകം ആഗ്രഹിക്കുന്നതും അത് തന്നെ. അതുകൊണ്ട് പുറത്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഇഷ്ടം പോലെ കൊടുത്തു. പക്ഷേ സഭയുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിനും വാക്യമുണ്ട്, അതിനും വാക്യം കണ്ടുപിടിക്കാം. ഓക്കെ, സോ അതുകൊണ്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി സഭയ്ക്ക് തന്നെ ഒരു ഫണ്ട് ഉള്ളതും വളരെ നല്ല കാര്യമായിരിക്കും. സഭയ്ക്ക് തന്നെ ഒരു ഫണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 1 മുതൽ 7 വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചതായിരുന്നു. അത് വീണ്ടും ഒരിക്കൽ കൂടി വായിച്ചാൽ മതി. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിച്ചാട്ടെ. അപ്പോൾ അവിടെ എന്താണെന്ന് ചോദിച്ചാൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾ തന്ന സകല പണത്തിനും എൻ്റെ കയ്യിൽ അക്കൗണ്ടുണ്ട്. ദൈവവേലയ്ക്ക് ആക്ഷേപം വരാത്ത വിധം പണകാര്യങ്ങളൊക്കെ ഞങ്ങൾ വളരെ കെയർഫുള്ളായിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഇവിടെ പൗലോസ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു, ചേർച്ചിൻ്റെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നവർ വളരെ കെയർഫുൾ ആയിരിക്കണം. അവർ ദൈവത്തോട് മാത്രമല്ല സഭയോടും ബാക്കിയുള്ള എല്ലാ മനുഷ്യരോടും അതിനൊരു കണക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്ന് ഞാൻ പറഞ്ഞു. എല്ലാ കമ്മിറ്റിക്കാരും, ഒരുപക്ഷെ ഇവിടുന്ന് പലരും മറ്റ് സഭകളിലേക്ക് പോയി നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾ ഉത്തരവാദിത്വം ലഭിക്കുമായിരിക്കാം. അങ്ങനെ ലഭിക്കുമ്പോൾ വേണ്ട എന്ന് പറയുന്നതിന് പകരം ഏറ്റെടുത്തിട്ട് ദൈവത്തോട് മാത്രമല്ല മനുഷ്യരോടും ഒരു കുറ്റമറ്റ മനസാക്ഷിയോട് കൂടി വിശ്വസ്തയോടെ ക്ലിയറായിട്ട്, ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഇതിൻ്റെ രേഖകൾ, അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നവരായി മാറണം നമ്മളെല്ലാവരും. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് സഭാ ക്രമീകരണങ്ങൾക്ക് ഒരു ഫണ്ട് വേണം. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെ, അതായത് നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൻ്റെ ബാക്കിയായിട്ടാണ്. അതും കൂടെ ഒന്ന് വായിച്ചേക്കാം. അതല്ല, 12-ാം വാക്യം. ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണവുമാകുന്നു. ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധത ഹേതുവായി ക്രിസ്തുവിൻ്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണ നിമിത്തവും അവരോടും എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യ നിമിത്തവും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. നിങ്ങൾക്ക് ലഭിച്ച അതങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കും. അപ്പോൾ ചർച്ചിലൊരു ഫണ്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. ചർച്ചിലൊരു ഫണ്ട് ആവശ്യമുള്ളവരെ സഹായിക്കാൻ, ചർച്ചിൻ്റെ മിനിസ്ട്രി നടക്കാൻ വേണ്ടി ഒരു കൺവെൻഷൻ നടക്കുന്നു, അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു കൺവെൻഷനൊക്കെ നമ്മൾ നടത്തുകയാണെങ്കിലുണ്ടല്ലോ, അതിൻ്റെ മുഴുവൻ ഫണ്ട് ചർച്ചിൽ നിന്ന് വേണം വരാൻ. കൺവെൻഷനെ പറ്റി സഹോദരന്മാർ പറഞ്ഞ സമയത്ത് ഞാൻ അന്നേരമേ പറഞ്ഞു, ഒരാൾക്ക് പോലും നമ്മൾ കത്തെഴുതുന്ന പരിപാടിയില്ല. നമ്മൾ ഗൾഫിൽ അമേരിക്ക ജോലി ചെയ്യുന്ന നമ്മുടെ ചർച്ചിലുള്ളവരല്ല, അതല്ലാതെ ചർച്ചുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക് പോലും കത്തെഴുതുകയോ, റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും കത്തെഴുതണ്ട. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ക്ലോസ് റിലേറ്റീവ്സ് ആണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ, സ്തോത്രം. അതല്ലാതെ എന്തോ നമ്മൾ ചെയ്താലും അതിനെല്ലാം ഉള്ള ഫണ്ട് ചർച്ചിൽ നിന്ന് വരണം. നമ്മളൊരു സഭാ ഹോള് പണിയുകയാണ്. ഒരു സഭാ ഹോള് പണിയണമെങ്കിൽ ഒത്തിരി പൈസ വേണം. അത് എവിടെ നിന്ന് വരും? ലോക്കൽ സഭയിൽ നിന്ന് വരണം അതിനുള്ള ഫണ്ട്. അല്ലാതെ അമേരിക്കയിലെ സായിപ്പന്മാർ കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസ കൊണ്ടല്ല. മിഷണറിമാർ ഇന്ത്യയോട് ചെയ്ത വലിയൊരു ദ്രോഹമായിരുന്നത്. നമ്മുടെ ഇവിടെ ഒരു ചർച്ച് ഹോൾ പണിയണമെങ്കിൽ ഉടനെ ചിന്തിക്കുന്ന എത്ര കത്തുകൾ, ഏതൊക്കെ സായിപ്പന്മാരുടെ കാല് പിടിച്ചാൽ ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയാൽ എല്ലാവരുടെയും ചിന്ത എവിടുന്ന് സ്പോൺസറെ കിട്ടും. ഇതൊക്കെ പറ്റി എന്താണെന്ന് വെച്ചാൽ വേദപുസ്തകത്തിൽ ആ ഒരു വിശ്വാസക്കുറവാണ്. ദൈവം നമ്മളെ ഈ ലോക്കൽ സഭയിൽ നിന്ന് തന്നെ സഹായിക്കുമെന്നുള്ള ഒരു വിശ്വാസക്കുറവാണ്. അതുകൊണ്ട് എല്ലാ മിനിസ്ട്രിയും ലോക്കൽ സഭയോട് ചേർന്നുള്ളതായിരിക്കണം. ഇനി മറ്റു ചില വാക്യങ്ങളോട് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം, ലോങ് പാസേജ് ആയതുകൊണ്ട് ഇപ്പോൾ വായിക്കണ്ട. 6-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ സഭയിൽ വരുന്ന വിധവമാർക്ക് അവിടെ ആഹാരം കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഈ വിധവകൾക്ക് വേറെ ആഹാരം കിട്ടാൻ മാർഗ്ഗമില്ല. വയറ് നിറച്ചു വല്ലോ ആഹാരം കിട്ടുന്ന ഈ ചർച്ച് വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. 6-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി. അപ്പോൾ അവിടെ കാണുന്നത് അവിടെ വലിയ പക്ഷാഭേദം ഉണ്ടായെന്നൊക്കെ കാണുന്നത്. എന്നാൽ നമ്മൾ ഇത്രയും മാത്രം എടുക്കാം. അവിടെ വിധവകൾക്ക് കൊടുക്കത്തക്കതുപോലെ ആഹാരം ക്രമീകരിക്കുന്നതിന് ഒരു ഫണ്ട് അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അതിന് നേതൃത്വം കൊടുക്കാനും ചില ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പം പത്രോസും യോഹന്നാനും കൂടെ വന്ന് പറയുകയാണ്, നിങ്ങൾ ഈ ആഹാരം വിളമ്പുന്നതിൻ്റെ ഇടയ്ക്കൊന്നും കൈയിടാൻ ഞങ്ങൾക്ക് സമയമില്ല. അതുകൊണ്ട് അവിടെ എന്തോ കുഴപ്പമുണ്ടായാലും, കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതാ, ഈ 2 തരത്തിലുള്ള ലേഡീസ് ഉണ്ടായിരുന്നു. ഒന്ന് ലേഡീസ് എന്ന് പറഞ്ഞാൽ വിഡോസ്, വിധവകൾ. ഒന്ന് യഹൂദന്മാരായ വിധവകൾ, മറ്റൊന്ന് യവനരായ വിധവകൾ. അപ്പം യവനരായ വിധവകൾക്ക് വേണ്ട പോലെ ആഹാരം കൊടുക്കുന്നില്ല, യഹൂദന്മാരായ വിധവകൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞൊരു മുറുമുറുപ്പ് അവിടെ ഉണ്ടായി. അതെല്ലാ സഭകളിലും ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഉണ്ടാകും അങ്ങനെ മുറുമുറുപ്പ്. അങ്ങനെ ഒരു മുറുമുറുപ്പ് ഉണ്ടായപ്പോൾ ഇത് കേസ് പാസ്റ്റർ റവറൻ
പത്രോസിൻ്റെ അടുക്കിലേക്ക് പ്രശ്നം വന്നു. അപ്പോൾ പത്രോസ് എന്തോ ചെയ്തെന്നറിയാമോ? യഹൂദന്മാർക്ക് ഇത്തിരി കൂടുതൽ കിട്ടിക്കോട്ടെ, അവർ നമ്മുടെ സ്വന്തം ആൾക്കാരല്ലയോ എന്നല്ല പത്രോസ് ചിന്തിച്ചു. പത്രോസ് അവിടെ വെച്ച് പറയുകയാണ്, നിങ്ങൾ ഈ പറയുന്ന പോലുള്ള ഇത് നിസ്സാരമായ കാര്യങ്ങളൊന്നും ഞങ്ങൾ വരത്തില്ലെന്നും പറഞ്ഞ് പത്രോസ് യവനന്മാരായ 7 പേരെ അവർക്ക് ലീഡേഴ്സായിട്ട് വെച്ചു. അപ്പോൾ 7 പേരിങ്ങനെ പോലീസുകാരെ പോലെ വന്ന് നോക്കും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന്. ഓക്കെ, സോ അങ്ങനെ കാര്യങ്ങൾ ക്രമീകരിച്ചു. അവിടെ നമ്മൾ ഇത്ര മാത്രം ഇപ്പം ചിന്തിച്ചാൽ മതി. അവിടെ അതിനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു, ഒരു ഫണ്ട് ഉണ്ടായിരുന്നു. അവിടെ എല്ലാവർക്കും ആഹാരം കൊടുക്കാനുള്ള ഒരു ഫണ്ട് ഉണ്ടായിരുന്നു. ഈ സഭകളിലെല്ലാം 1-ാം നൂറ്റാണ്ടിലെ സഭകളിലെല്ലാം അങ്ങനെ ഒരു ഫണ്ടും ഒരു വ്യവസ്ഥകളും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കും അത് വളരെ അത്യാവശ്യം. സഭാ ക്രമീകരണങ്ങൾക്ക് ഒരു ഫണ്ട് ആവശ്യമാണ്. ഓക്കെ, ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ, അത് സഭയോട് ചേർന്ന് കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി സഭയോട് ചേർന്ന് കൊടുക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമ്മൾ അവിടെ നിന്ന് ചിന്തിക്കണം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണമെന്നാണ് പറയുന്നത്. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് വചനം പഠിപ്പിക്കുന്ന ആരാ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ക്രിസ്തീയ സഭകളിൽ ഒരിക്കലും പ്രസംഗം നടക്കാറില്ല. നമ്മളിന്ന് കാണുന്നത് മുഴുവൻ പ്രസംഗമാണ്. ക്രിസ്തീയ സഭകളിൽ പ്രസംഗം നടക്കുന്നില്ല. പകരം എന്താണ് നടക്കുന്നത്? പഠിപ്പീര, ടീച്ചിങ്, ഡിഡാക്കെ എന്ന അതിൻ്റെ ഗ്രീക്ക് വേർഡ്. ഓക്കെ, ഡിഡാക്കെ. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്ന പ്രസംഗമാണ്. സഭകൾക്കകത്ത് പോലും യേശുക്രിസ്തു രക്ഷകനാണെന്ന് പ്രസംഗിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. എന്നാൽ സഭകൾക്ക് പുറത്ത് പ്രസംഗം, കെരിഗ്മ എന്ന് പറയും. പുറത്ത് പ്രസംഗവും അകത്ത് ബോധനം അല്ല ടീച്ചിങ് അകത്ത് നടക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, സഭയ്ക്കകത്ത് നിങ്ങളെ വചനം പഠിപ്പിക്കുക. സഭയ്ക്കകത്ത് വന്നാലേ വചനം പഠിക്കാൻ പറ്റും, അല്ല പുറത്ത് നിന്നാൽ വചനം പഠിക്കാൻ പറ്റില്ല. നമ്മൾ സഭ വരുന്നത് തന്നെ വചനം പഠിക്കാനാണ്. അപ്പം നിങ്ങളെ വചനം നിങ്ങളുടെ സഭയിൽ പഠിപ്പിക്കുന്ന ആളിന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കും. കാരണം ഈ വചനം പഠിപ്പിക്കുന്ന ആളോ ഒരാഴ്ചയോ അയാളുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കുകയാണ്. അയാൾ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അയാൾ പഠിക്കും. അയാൾക്ക് മറ്റ് ജോലി ചെയ്യാനുള്ള സമയമില്ല, മറ്റ് ജോലികളെല്ലാം മാറ്റി വെച്ചതാണ്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ വചനവും പഠിച്ച് നിങ്ങൾ മറ്റു ദിവസങ്ങളിൽ പോയി ജോലിയും ചെയ്ത് ഇഷ്ടം പോലെ ചാപ്പാട് പഠിച്ച് നടക്കുമ്പോൾ അയാളുടെ വീട്ടിൽ വല്ലതും കഞ്ഞി പുകയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മളത് ചെയ്യണം. ദൈവം അതാണ് ദൈവമക്കളെപ്പറ്റി പ്രതീക്ഷിക്കുന്നത്. അത് അങ്ങനെ കൊടുക്കുന്നത് നമ്മൾ നിർബന്ധത്താലല്ല, അങ്ങനെ കൊടുക്കുന്നത് നമുക്ക് അഭിമാനം ഉണ്ടാകാനല്ല, മേൽക്കൈ ഉണ്ടാകാനല്ല, നമുക്ക് അഹങ്കാരം ഉണ്ടാകാനല്ല. അത് നമ്മൾ കൊടുക്കുന്നത് ദൈവസ്നേഹത്തിലാണ്. വീണ്ടും അവിടെ വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും നമ്മൾ ഓഹരി കൊടുക്കും. ഓഹരി എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. അതൊരു കുഴപ്പമില്ലാത്ത വാക്കാണ്. ഓഹരി എന്ന വാക്ക് എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ ഒരു ഷെയർ അവിടെ കൊടുക്കണമെന്ന്. നമ്മുടെ വീട്ടിൽ 1 കിലോ ആപ്പിൾ മേടിച്ച് 4 ആപ്പിൾ ഉണ്ടെങ്കിൽ അതിനകത്ത് 2 എണ്ണം കൊണ്ട് കൊടുക്കണം. വേണ്ട കേട്ടോ, എനിക്കത് തരണ്ട എന്നാണ് വേദപുസ്തകത്തിലെ പ്രമാണം. ആമേൻ. അനുഗ്രഹിക്കപ്പെടുക എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ്. ഇപ്പം ഞാൻ അതൊന്നും ഗുണമില്ലെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതെങ്കിലും ഞാൻ അന്നേരത്തെ ആ തീവ്രതയ്ക്ക് അങ്ങ് പറഞ്ഞത്. ഇതിലെല്ലാം പ്രതിഫലമുണ്ട് കേട്ടോ. നമ്മൾ ഉപദേശിയുടെ വീട്ടിൽ കൊണ്ട് 1 കിലോ ആപ്പിൾ മേടിച്ചു കൊടുത്താൽ അതിനും പ്രതിഫലമുണ്ട്. ഉപദേശിക്കല്ല നമ്മൾ കൊടുക്കുന്നത്. ഉപദേശി ചിലപ്പം വെറും മോശക്കാരനായിരിക്കും. നമ്മൾ കൊടുക്കുന്ന ആർക്കാ? ദൈവസ്നേഹത്തിലാണ് കൊടുക്കുന്നത്, ഉപദേശിയോടുള്ള സ്നേഹത്തിലല്ല. ഉപദേശിയോടുള്ള സ്നേഹത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ച ലോകത്ത് ഒരു ഉപദേശിമാർക്ക് ഒന്നും ചെയ്യാൻ തോന്നുകയില്ല. അതുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ആമേൻ. ദൈവത്തോടുള്ള സ്നേഹത്തിൽ എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. നമ്മൾ നേരത്തെ ഉള്ള ഈ ഞാനൊക്കെ കേരളത്തിൽ വളർന്നു വന്നതായതുകൊണ്ട് അവിടുത്തെ സാഹചര്യമാണ് കണ്ടുപഠിച്ചത്. കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഉപദേശിമാർക്ക് കൊടുക്കുമ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ. ഇങ്ങനെ ഇപ്പം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച ഒരു ബൈക്ക് മേടിച്ചത് ഇഷ്ടം പോലെ. നമ്മൾ പിന്നെ എന്തിനാ പിന്നെ അവിടെ കൊണ്ട് ഉപദേശിക്ക് പൈസ കൊടുക്കുന്നത്? അല്ല ഉപദേശിയുടെ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ ഫീസ്. അയാൾ വലിയ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ പിള്ളേർ ഗവൺമെൻറ് സിലബസാണ് അല്ല ഈ ലോക്കൽ സിലബസ്, എന്താ പറയുന്നത്, സ്റ്റേറ്റ് സിലബസാണ് പഠിക്കുന്നത്. അങ്ങനെയുള്ള പിള്ളേർ CBSE പഠിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടല്ല കൊടുക്കേണ്ടത്. കാരണം നമ്മൾ ഉപദേശിക്കല്ല കൊടുക്കുന്നത്. വേറൊരു കർണാടക വന്നപ്പോൾ, ന്യൂ ലൈഫ് പ്രത്യേകിച്ച് വന്നപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ന്യൂ ലൈഫിലെ പാസ്റ്റർ വിശ്വാസികൾ കാണുന്നത് അവരെക്കാൾ സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്നതായിട്ട് കാണണം. എനിക്ക് വളരെ സന്തോഷമായി പോയി. കേരളത്തിൽ ഉപദേശി എന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ കേരളത്തിൽ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞുടനെ പല സംഘടനകളെല്ലാം നമ്മളോട് പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഞങ്ങളൊരു 1500 രൂപ മാസം ഒരു സപ്പോർട്ട് തരാം. ശമ്പളമല്ല, സപ്പോർട്ട്. ഇങ്ങനെ പിടിച്ചു നിർത്താൻ 1500 രൂപ തരാം. ബാക്കി നിങ്ങൾ മിനിസ്ട്രി അല്ലയോ സഹോദര, എല്ലാം ഇങ്ങനെ മിനിസ്ട്രി അല്ലയോ എന്ന് പറഞ്ഞ് വിടുന്ന ഒരു കൾച്ചറാണ് കേരളത്തിലുള്ളത്. ഞാനത് കണ്ടത്. ഇവിടെ ഇരിക്കുന്ന വേറെ ആരും അത് കണ്ടിട്ടില്ല. എൻ്റെ ഭാര്യ പോലും ആ ഒരു സിറ്റുവേഷൻ കണ്ടിട്ടില്ല. ഉപദേശി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സുവിശേഷമല്ലേ സഹോദര, നമുക്കൊന്നും കിട്ടില്ല. എന്തുകൊണ്ട് കിട്ടത്തില്ല? അതേസമയം അവിടുത്തെ ബോസിൻ്റെ ജീവിതം ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ്. സോ ഉപദേശി വേറെ
ഉപദേശി വേല എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു ജോലിയായിട്ടാണ് പലപ്പോഴും കേരളത്തിൽ കാണുന്നത്. എന്നാൽ നമ്മൾ ഇവിടേക്ക് വന്നപ്പോൾ അത് മാറി. ഉപദേശിയുടെ സ്റ്റാൻഡേർഡ് വിശ്വാസികൾ അതേ സ്റ്റാൻഡേർഡിൽ തന്നെ ആയിരിക്കണം ഉപദേശി ജീവിക്കുന്നത്. ആമേൻ. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നമ്മുടെ സഭകളിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ. അങ്ങനെ വരുമ്പോഴാണ് വചനം പഠിക്കുന്നവനെല്ലാം നന്മയിൽ ഓഹരി കൊടുക്കുക എന്ന് പറയുന്നതിനൊരു സന്തോഷത്തോടെ കൊടുക്കാൻ പറ്റുന്ന അന്നേരം മാത്രമാണ്. അല്ലാതെ ഇങ്ങനൊരു വലിയ പണക്കാരനാണല്ലോ, ഇങ്ങേരുടെ മക്കളെല്ലാം CBSE സിലബസാണ് പഠിക്കുന്നത്, എന്തോ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഒരു 6 മാസം മുമ്പ് വേറൊരു ബൈക്ക് എടുത്ത്, അത് വിട്ടിട്ട് ഉടനെ ഇപ്പോൾ തന്നെ വേറൊരെണ്ണം എടുത്തേക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപദേശിയെ വില കുറച്ച് കാണേണ്ടി. അത് ഉപദേശിയുടെ കാര്യം, നമ്മുടെ കാര്യമൊന്നുമല്ല. നമ്മൾ ഉപദേശിക്കല്ല കൊടുക്കുന്നതെന്നേ, നമ്മൾ ദൈവത്തിനോട്. ഇന്ന് മാത്രമല്ല, ഈ കിട്ടുന്ന പൈസ എല്ലാം കൂടെ ശേഖരിച്ച് പോക്കറ്റ് വീർപ്പിച്ച് ബാങ്കിൽ വലിയ ഇതുണ്ടാക്കി വലിയ മണിമാളികകൾ വെച്ച് ആഡംബരത്തോടെ ആർഭാടത്തോടെ ജീവിക്കാനും ദൈവം ഉപദേശിമാരെ പറ്റി പ്രതീക്ഷിക്കുന്നില്ല. അത് ഉപദേശി മനസ്സിലാക്കണം. ഓക്കെ, അതും അങ്ങനെ നിൽക്കട്ടെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉപദേശിയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ചർച്ചിൻ്റെ ഒരു ആവറേജ് സ്റ്റാൻഡേർഡ് ആയിരിക്കണം. അതായത് ചർച്ചിൽ ഒത്തിരി വലിയ പണക്കാർ കാണും, തീരെ ഒന്നും ഇല്ലാത്തവരും കാണും. ഉപദേശി വലിയ പണക്കാരനായിട്ടും താമസിക്കരുത്, തീരെ ഒന്നും ഇല്ലാത്തവനായിട്ടും മീഡിയം ആവറേജ് ആയിരിക്കണം, 50-50 ആയിരിക്കണം. അതായത് എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാവുന്ന രീതിയിലായിരിക്കണം ഉപദേശി താമസിക്കുന്ന എൻ്റെ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ട് ഉപദേശിക്ക് കൂടുതൽ പണം കിട്ടിയാൽ ചർച്ചിലൊരു ഫണ്ട് ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങ് നിക്ഷേപിച്ചാൽ മതി, സഭയുടെ കാര്യങ്ങൾ നടക്കട്ടെ. ഉപദേശിയുടെ സ്വന്തം ഫണ്ട്, സ്വന്തം കീശ വീർപ്പിക്കാൻ നിൽക്കണ്ട. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമില്ലയോ? എല്ലാവരും ഒന്ന് ചിരിച്ചേട്ടന്നേ. ഉപദേശി കീശ വീർപ്പിക്കരുതെന്ന് പറയുമ്പോഴെങ്കിലും ഒന്ന് ചിരിക്കും. ആമേൻ. ഇന്നലെ ഞാൻ ഇത് വായിച്ചുകൊണ്ടിരുന്നു, വേറെ ഒരു വാക്ക് ഞാൻ എവിടെയോ കണ്ടു, അത് ഞാൻ ഓർക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. മക്കൾക്ക് വേണ്ടി കരുതാത്ത അപ്പന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. അതെവിടെ ഒരു വാക്യമുണ്ടല്ലോ, മക്കൾക്ക് വേണ്ടി കരുതാത്തവൻ വളരെ മോശക്കാരനാണ്. ഈ തിമോത്തിയോസിനില്ല അങ്ങനത്തിലാന്ന് ഒരു വാക്യമുണ്ട്. എനിക്ക് വായിച്ചപ്പോൾ വളരെ സന്തോഷം. അതായത് ഉപദേശിമാർ കരുതണ്ട, എന്നാൽ അതേസമയം മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി കരുതണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആമേൻ. മാതാപിതാക്കളെല്ലാം മക്കൾക്ക്, എൻ്റെ മക്കളെല്ലാം ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് അഴിച്ചുവിട്ട കാളെ പോലെ വിടരുത്. മക്കൾക്ക് വേണ്ടി ചിലത് മാതാപിതാക്കൾ അവരുടെ ശേഷി അനുസരിച്ച് സമ്പാദിക്കുക തന്നെ വേണമെന്നാണ് വ്യവസ്ഥ. ആ വാക്ക് ഞാൻ എഴുതി വെക്കാൻ മറന്നു, അതുകൊണ്ട് പോട്ടെ, സാരമില്ല. ഓക്കെ. സോ 1 കൊരിന്ത്യർ ലേഖനം 9:13-14 വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 9:13-14. ദൈവാലയ കർമ്മം നടത്തുന്നവർ ദൈവാലയം കൊണ്ട് തന്നെ ജീവിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ലോക്കൽ പാസ്റ്റർ, ലോക്കൽ സഭയുടെ കാര്യങ്ങൾ നോക്കുന്ന ആള് ലോക്കൽ സഭ കൊണ്ട് തന്നെ ജീവിക്കണം. ആ ആള് പിന്നെ പഴയ കൂട്ടുകാർക്ക് കത്തെഴുതി പൈസ വരുത്താനും എവിടെ സ്പോൺസറെ കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കാനും ഒരിക്കലും ഇടവരുത്തരുത്. ലോക്കൽ പാസ്റ്റർ സഫിഷ്യൻ്റ്ലി ലോക്കൽ സഭയെ കൊണ്ട് കഴിയണം. ഇനി ലോക്കൽ സഭയിലെ ദൈവമക്കൾക്ക് ആവശ്യത്തിന് പൈസ ഇല്ല എങ്കിൽ പോലും ഉള്ളതെല്ലാം എടുത്തു കൊടുത്ത് ലോക്കൽ ഉപദേശിയെ നോക്കണം. ആമേൻ എന്നാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ബാക്കിയുടെ വായിച്ചോട്ടെ. ആമേൻ. അതുകൊണ്ട് സുവിശേഷ വേല ചെയ്യുന്നവരെല്ലാം സുവിശേഷ വേല കൊണ്ട് ഉപജീവിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സുവിശേഷ വേല ചെയ്യുന്നവരെല്ലാം സുവിശേഷം കൊണ്ട് തന്നെ ജീവിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷ വേല ചെയ്യുന്നവരെ മനുഷ്യരല്ല ദൈവം തന്നെ സഹായിക്കും. അതുകൊണ്ട് ആ വേല കൊണ്ട് ജീവിക്കുവാൻ കർത്താവ് അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കാം. ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും, പണം കൊടുക്കുന്ന കാര്യം മാത്രമല്ല, പണം കൊടുക്കുകയോ പണം ചിലവാക്കുകയോ ചെയ്യുന്ന കാര്യം മാത്രമല്ല, എന്ത് ചെയ്താലും നമ്മളെല്ലാം സ്നേഹത്തിൻ്റെ പുറത്തായിരിക്കണം ചെയ്യുന്നത്. ഇവിടെ ഈ ഷീറ്റ്, ഇവിടെ ഈ പോഡിയത്തിൽ ഈ ഷീറ്റ് എടുത്ത് വിരിച്ചാൽ അതും സ്നേഹത്തിൻ്റെ ബേസിസിലായിരിക്കണം ചെയ്യുന്നത്. എല്ലാ സ്നേഹത്തിൻ്റെ, ഇവിടെ ഈ സ്പീക്കറൊക്കെ ഉണ്ട്, ഇന്ന് ഇത് മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് എല്ലാം സെറ്റ് ചെയ്ത് എൽദോസ് ഒരാൾ മാത്രമാണ്. മേ ബി യെസ്. തനിക്കുള്ളവർക്കും പ്രത്യേക സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ അവിശ്വാസിയെ ചുമ്മാ വെറുതെ പറഞ്ഞ കേട്ടോ, ആരും പേടിക്കണ്ട. ഓക്കെ. സോ താങ്ക് യു. സോ ഇതെല്ലാം എടുത്തുകൊണ്ട് വെച്ചത് എൽദോസ് ബ്രദറാണ്. ഇത് ആരും അറിഞ്ഞിട്ടില്ല, ആരും അറിയാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. അവൻ ആരുടെ ഒരു മഹത്വം പ്രതീക്ഷിച്ചല്ല ഇത് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? വന്നില്ലെങ്കിൽ ഞാൻ അവനെ വഴക്ക് പറയുന്നു വെച്ചാൽ, മറ്റ് പല കുട്ടികളും ചെയ്യുന്നത് പോലെ അവൻ അടുത്ത ആഴ്ചയോട് വരായിരുന്ന വെച്ചാൽ പിന്നെ ഞാനിങ്ങനെ വഴക്ക് പറയുന്നത്. അതാ യൂഷ്വലി സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഈ ദൈവസ്നേഹത്തിൽ ചെയ്യുന്നവരായിരിക്കണം. അവൻ ഒരു പരാതി ഇല്ലാതെ ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും അവനോട് ചോദിച്ചിട്ടുണ്ട്, പരാതിയുണ്ട്. ഒരു പരാതി ഇല്ലാതെ ഇഷ്ടം പോലെ ചെയ്യുന്നു. എനിക്ക് തീരെ വയ്യായിരുന്നു. എനിക്ക് രാവിലെ ഒന്ന് എഴുന്നേൽക്കുക ഇത്രയൊക്കെ സംസാരിക്കാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചാൽ. ഇപ്പോഴും എനിക്കൊരു ചെറിയ ഗിഡിനെസ് ഉണ്ട്. രാവിലെ ഒത്തിരി ആൻറ്റിബയോട്ടിക് എല്ലാം എടുത്ത് അടിച്ചുകൊണ്ട് ഒരു ഗിഡിനെസ് ഉണ്ട്.
അപ്പം എനിക്ക് വയ്യെന്നറിയാവുന്നതുകൊണ്ട് അവൻ രാവിലെ എന്നോട് പറഞ്ഞു, പാസ്റ്റർ താമസിച്ച് വന്നാൽ മതി, ഞാനെല്ലാം ചെയ്തോളാം. ഞാൻ പറഞ്ഞു, അത് ആരോടാവും പറഞ്ഞത്? എന്നോടല്ല പറഞ്ഞത്. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള സ്നേഹം, അങ്ങനെ വ്യക്തിയെ സ്നേഹിക്കുകയും വേണ്ട. അവൻ പറഞ്ഞത് തീർച്ചയായിട്ടും ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. കാരണം അത് ദൈവത്തിന് വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ എന്ത് ചെയ്താലും ദൈവനാമമഹത്വം, നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവനാമമഹത്വത്തിന് വേണ്ടി, നമ്മൾ ആരാധിച്ചാൽ ദൈവനാമമഹത്വത്തിന് വേണ്ടി, നമ്മൾ പണം ചെലവാക്കിയാൽ ദൈവനാമമഹത്വത്തിന് വേണ്ടി, നമ്മൾ ആരാധനയ്ക്ക് പോയാൽ ദൈവനാമമഹത്വത്തിന് വേണ്ടി, എല്ലാം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുക എന്നുള്ള ആറ്റിറ്റ്യൂഡായിരിക്കണം. ദൈവമക്കളെ, കർത്താവ് നോക്കുന്നത് നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്നല്ല, അതിൻ്റെ വലിപ്പം അല്ല കർത്താവ് നോക്കുന്നത്. കർത്താവ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിന് എത്രത്തോളം വലിപ്പം ഉണ്ടെന്നാണ് കർത്താവ് നോക്കുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു. ഞാൻ ചില കാര്യങ്ങളൊക്കെ കുറച്ച് ഇതായിട്ട് പറഞ്ഞു. എന്തുവാ ഇത് പേര് പറയുന്നത്? അല്ല ഇമോഷനല്ല. ഇമോഷനൊന്നുമില്ല. കുറച്ച് കട്ടിയായിട്ട് ഞാൻ പറഞ്ഞു. ചെറിയ കാര്യങ്ങൾ പോലും ചിലപ്പോൾ ഞാൻ കട്ടിയായിട്ട് പറഞ്ഞു കാണും. എന്നാലും ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഞാൻ ബേസിക്കലി ദൈവസഭയോട് പറയുവാൻ, പഠിപ്പിക്കുവാൻ, പ്രബോധിപ്പിക്കുവാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും സ്നേഹത്തിൽ ചെയ്യുന്നവരായിരിക്കണം. പണത്തിൻ്റെ വലിപ്പമല്ല കാര്യം, പക്ഷെ ആ പണത്തിന് പുറകിലെ ആ ഒരു ഫീലിംഗ് ആണ് കർത്താവ് നോക്കുന്നത്. പണത്തിന് പുറകിലത്തെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അധ്വാനത്തിന് പുറകിലത്തെ നമ്മുടെ ഹൃദയമാണ് ദൈവം കാണുന്നത്. വചനം പഠിപ്പിക്കുന്നവൻ പഠിക്കുന്നവൻ്റെ നന്മ കൊണ്ടാണ് ജീവിക്കേണ്ടത്. അവിടെ നിന്നാണ് നന്മ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ അടുത്ത ആഴ്ച വരുമ്പോൾ 6-ാമത്തെ വാക്യം മുതലായിരിക്കും. അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. 6-ാമത്തെ വാക്യം മുതൽ നമ്മൾ അടുത്ത ആഴ്ച കാണും. അപ്പോൾ ഈ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുള്ള ചില പ്രബോധനങ്ങളാണ് ഞാൻ പറഞ്ഞത് അതിനോട് ചേർന്ന്. അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ, പ്രധാനമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയാം. നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി സേവനം ചെയ്യുന്നത് ഒരു സുപ്പീരിയോറിറ്റി ഫീലിംഗ്, അല്ലെങ്കിൽ മേൽക്കൈ ഉണ്ടാകണം, അഹങ്കാരം ഉണ്ടാകണം എന്നുള്ളൊരു ഫീലിങ്ങോടുകൂടി അല്ല. നമുക്കൊരിക്കലും അങ്ങനൊരു ചിന്ത വരരുത്. നമ്മളൊരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതൊരു അഭിമാന പ്രശ്നമായിട്ട് നമ്മൾ കാണരുത്. അതല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്. വിധവയുടെ ആ ചെറിയ ഒരു ഓഫറിങ്ങിനെ കർത്താവ് കണ്ടു. വേറെ ആരും കാണരുതെന്ന് വിധവ ആഗ്രഹിച്ചെങ്കിൽ പോലും കർത്താവ് കണ്ടു. കർത്താവ് ഒരുപക്ഷെ അവിടെ വലിയ ഓഫറിംഗ് ഒക്കെ കർത്താവ് കണ്ടു കാണുമായിരിക്കും. എന്നാൽ ദൈവം നോക്കുന്നത് ആ ഓഫറിങ്ങിൻ്റെ വലിപ്പമല്ല, ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. എൻ്റെ കയ്യിൽ കൊടുക്കാൻ എനിക്ക് ശേഷി ഉണ്ടായിട്ടും ഞാൻ കൊടുക്കുന്നില്ലെങ്കിൽ എൻ്റെ ഹൃദയം ഒത്തിരി ചെറുതായിപ്പോയി. എനിക്ക് ശേഷിയില്ല എന്നിട്ട് ഞാൻ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഹൃദയം വലുതായി. ദൈവം ആ വലുതായ ഹൃദയത്തെയാണ് കർത്താവ് കാണുന്നത്, മാനിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രതിഫലം എന്ന് പറയുന്ന ആ ഒരു ചിന്ത വരുന്നത്. പ്രതിഫലം കിട്ടത്തില്ല, ദൈവത്തിന് വേണ്ടി നമ്മൾ കൊടുത്താൽ പ്രതിഫലം കിട്ടത്തില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ചിലരെങ്കിലും ഒന്ന് ഞെട്ടിപ്പോയിട്ടുണ്ട്. ചേടാ, ഞാൻ ഇത്രയും നാൾ കൊടുത്തത് വേസ്റ്റ്. അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത്. ദൈവം നമുക്ക് പ്രതിഫലം തരും, പക്ഷെ അത് പ്രതീക്ഷിച്ചായിരിക്കരുത് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ 100 രൂപ കൊടുത്തിട്ട് 10,000 രൂപ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കരുത് നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്. 100 രൂപ കൊടുത്തിട്ട് ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ലായിരിക്കാം. എന്നാലും സാരമില്ല, ദൈവത്തിൻ്റെ പണം ഞാൻ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ദൈവത്തിന് വേണ്ടി അർപ്പിക്കുന്നു എന്നുള്ള സന്തോഷത്തിൻ്റെ ഒരു മനോഭാവം നമുക്കുണ്ടായാൽ കർത്താവ് തീർച്ചയായിട്ടും അതിലൂടെ നമ്മളെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മക്കളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിട്ടാൽ അവർക്ക് എല്ലാവരും റെയ്നാഡ് ബോംഗെ പോലോ ബെന്നി ഹിന്നെ പോലോ ബില്ലി ഗ്രഹാമിനെ പോലോ ആകുമെന്ന് പ്രതീക്ഷിക്കണ്ട. ആമേൻ. അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് എല്ലാവരും പറയുന്ന ചില മിഷണറി, വില്യം കേറി, ഹഡ്സൺ ടൈലർ എന്നൊക്കെ പറയുമ്പോൾ ജിം എലിയട്ട് എന്ന് പറയുമ്പോൾ യങ് ഏജിൽ തന്നെ കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്ത ധൈര്യശാലിയായ മനുഷ്യനായിരുന്നു. അതുപോലെ ഒരാളായിത്തീരും എൻ്റെ മകൻ, എൻ്റെ മകളെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ചിലപ്പോൾ ആരും അറിയാത്ത ഒരു സ്ഥലത്ത് പോയി വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു മിനിസ്റ്റർ ചെയ്യാനായിരിക്കും ഒരുപക്ഷെ കർത്താവ് നമ്മളെ മക്കളെ വിളിച്ചേക്കുന്നത്. അതും സന്തോഷത്തോടെ ചെയ്യണം. അവിടെ നമ്മൾ പ്രതീക്ഷിക്കും. നമ്മളിപ്പോഴും സുവിശേഷ വേല പലരും ഒരു പ്രസ്റ്റീജായിട്ട് എടുക്കുന്നുണ്ട്. സുവിശേഷ വേല എന്ന് പറയുമ്പം ജോയൽ ഓസ്റ്റിനെ പോലെ ഒരു വലിയ ഹോള്, അത് നിറച്ച ആൾക്കാർ. ജോയൽ ഓസ്റ്റിൻ ഹാലേലിയ എന്ന് പറയുമ്പോൾ ചേർന്ന് എല്ലാവരും ഹാലേലിയ പറയുന്നു എന്നൊക്കെ പറയും. സുവിശേഷ വേലയ്ക്ക് വിടുമ്പം തന്നെ ജോയൽ ഓസ്റ്റിനോ അല്ലെ അതുപോലുള്ള റിക്ക് വാറിനോ ഈ രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മൾ. അതൊന്നും പ്രതീക്ഷിക്കേണ്ട. സുവിശേഷ വേലയ്ക്ക് വേണ്ടി മക്കളെ വിടുന്നത് ജോയൽ ഓസ്റ്റിൻ ആകാനോ ജോയ്സ് മേയർ ആകാനോ ഒന്നും അല്ല വിടുന്നത്. കർത്താവ് എൻ്റെ മകനെ, ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, ദൈവമേ ഒരു മിഷണറിയായിട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ ദൈവം അക്സെപ്റ്റ് ചെയ്യണമേ എന്ന് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കും. എന്തായാലും ചില സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച എക്സ്ട്രീം അങ്ങോട്ട് പറഞ്ഞ് ദൈവദാസന്മാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കുക്കായിട്ടാണെങ്കിൽ ദൈവം മകളെ ഒന്ന് വിളിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. സ്തോത്രം. ഒന്നും പ്രതിഫലം പ്രതീക്ഷിച്ചല്ല, ഒന്നും പകരം പ്രതീക്ഷിച്ചല്ല നമ്മളത് ചെയ്യുന്നത്. നമ്മളൊരു കടയിൽ പോയി ഒരു 30-40 രൂപ കൊടുത്ത് 1 കിലോ അരി മേടിക്കുന്നത് പോലുള്ള ഒരു ബിസിനസ് ഡീലല്ല നമ്മൾ ദൈവമായിട്ട് ചെയ്യുന്നത്. നമ്മൾ 100 രൂപ കൊടുത്തു, അപ്പോൾ ദൈവത്തോട് നമ്മൾ ഡിമാൻഡ് ചെയ്യുകയാണ്, 100 രൂപ കൊടുത്തു, എനിക്ക് അടുത്ത 100 രൂപയും കൂടെ താ എന്ന് പറയുന്ന ഒരു ഡിമാൻഡിങ് അല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തോട് പറയുന്നത്, എനിക്ക് 100 ഉള്ളു കർത്താവേ, ഞാൻ കർത്താവിന് വേണ്ടി ആ 100 തരുന്നു, ഇത് അംഗീകരിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്.
നമ്മൾ കൊടുക്കുന്ന ഒരു 100 രൂപ ദൈവം അംഗീകരിച്ചു എന്ന് പറയുന്നതാണ് ദൈവമക്കളെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അല്ല ഞാൻ ദൈവത്തിന് വേണ്ടി 100 രൂപ കൊടുത്തു എന്ന് പറയുന്നതിലല്ല കാര്യം. 100, 1000, 10,000, ലക്ഷമോ എന്തും ആയിക്കോട്ടെ, നമ്മുടെ ഈ ലക്ഷങ്ങൾ കൊടുത്തിട്ട് ദൈവത്തോട് ഞാൻ 1,00,000 രൂപ സഭയുടെ പണിക്ക് വേണ്ടി കൊടുത്തതാണ്, അതുകൊണ്ട് എൻ്റെ മോന് ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ കൊടുക്കണമെന്ന് പറയുന്നത് വെറും ഒരു ഡിമാൻഡിങ് ആണ്. നമ്മൾ കടയിൽ പോയി ഒരു കസ്റ്റമർ കെയർ സെൻറ്ററിൽ ചെന്ന് വഴക്കുണ്ടാക്കുന്നതിന് തുല്യമാണത്. നമ്മൾ പറയുന്നത് ദൈവമേ എനിക്ക് ഇത്ര ഉള്ളൂ, എൻ്റെ കയ്യിൽ സഭയുടെ പണിക്ക് ഒത്തിരി പൈസയാകും, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഞാനത് കൊടുക്കുന്നു, പ്ലീസ് റിസീവ് ദിസ് മണി. നമ്മൾ കർത്താവിനോട് പ്ലീഡ് ചെയ്യുകയാണ്, കർത്താവ് എൻ്റെ പണം അവിടുന്ന് സ്വീകരിക്കണേ. അല്ല ഞാൻ കർത്താവിന് വേണ്ടി എടുത്തെറിയാൽ എന്നാ പിടിച്ചാട്ടെ എന്നും പറഞ്ഞ് കൊടുക്കുന്ന അഹംഭാവത്തിൻ്റെ മനോഭാവം അല്ല നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും ഉണ്ടായിരിക്കേണ്ടത്. കാരണം ദൈവത്തെ പണം കൊടുത്ത് പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. ആമേൻ. പണം കൊടുത്തോ അതുപോലെ എന്തെങ്കിലും മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് ഒരേ ഒരു ആറ്റിറ്റ്യൂഡ്, ഗോഡ് പ്ലീസ് റിസീവ് മീ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് കൊടുക്കുന്നവർക്കെല്ലാം പ്രതിഫലം കർത്താവ് കൊടുക്കും. അത് ദൈവത്തിൻ്റെ നീതിയാണ്, അത് ദൈവത്തിൻ്റെ നീതിയാണ്. അത് മനുഷ്യരെ ഡിമാൻഡ് ചെയ്യാൻ അതിനകത്ത് യാതൊരു അവകാശമില്ല. ഇതിപ്പോൾ പിള്ളേർ പറയുന്നല്ലോ, പിള്ളേരുടെ കുഞ്ഞിനോട് പറഞ്ഞു ബർത്ത്ഡേ, നിൻ്റെ അടുത്ത ബർത്ത്ഡേക്ക് ഞാൻ നിനക്കൊരു സൈക്കിൾ മേടിച്ചു തരാം. അടുത്ത ബർത്ത്ഡേ എന്നാൽ അത് ജനുവരി. ഇപ്പോൾ ഏത് മാസമായി? ഇപ്പോൾ ഒക്ടോബർ തൊട്ട് കൊച്ചിങ്ങനെ സൈക്കിള് ഡ്രീം ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനുവരിയിലാണ് ബർത്ത്ഡേ. കൊച്ചിന് ക്ഷമയില്ല പിടിച്ചു നിൽക്കാൻ. അപ്പോൾ ഒക്ടോബർ അവസാനമാകുമ്പോൾ പറഞ്ഞു എനിക്ക് അന്നേരം ഒന്നും വേണ്ട, എനിക്കിപ്പോൾ ഇങ്ങനെ തന്നേരം, എനിക്ക് അന്നേരം സൈക്കിളൊന്നും വേണ്ട. എടാ നിനക്ക് ഞാൻ അന്നേരം എനിക്ക് പൈസ കിട്ടത്തുള്ളൂ, അന്നേരം എനിക്ക് അന്നേരം വേണ്ട, എനിക്ക് ഇപ്പം മതി എന്ന് പറയുന്നത് പോലെ നമ്മൾ ദൈവത്തോട് ഡിമാൻഡ് ചെയ്യുക. ദൈവം എന്തൊക്കെയോ തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ പറയും ഇപ്പം ഇങ്ങനെ തന്നേരം, എനിക്കിപ്പം മതി എന്ന് പറയുന്നതിന് നമ്മൾ വെറും ചൈൽഡിഷ് ആകരുത് ദൈവത്തിന് മുമ്പിൽ. ബി മച്ചുവേർഡ്. ഒരു മച്ചുവേർഡ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഡിമാൻഡ്, ഞാൻ 100 രൂപ ഇട്ടു, എനിക്ക് 1000 രൂപ ഇങ്ങോട്ട് താന്ന് പറയുന്നതല്ല ഒരു മച്ചുവേർഡ് ക്രിസ്ത്യൻ. അത് ഈ ക്രിസ്തു മതത്തിലേക്കൊക്കെ ഇങ്ങനെ പുതിയതായിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ആളുകളൊക്കെ അവരിങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ദൈവം ഇപ്പോൾ ഇങ്ങനെ വാരി ഇട്ട് തരുമെന്നാണ്. അപ്പോൾ അവരോട് നമ്മൾ പറയും 100 കൊടുത്തോ ഇഷ്ടംപോലെ കിട്ടുമെന്ന് പറയുന്നത് പോലെ ഒരു മച്ചുവേർഡ് ക്രിസ്ത്യൻ ഒരിക്കലും അതിൻ്റെ പുറകെ പോകുന്നവരായിരിക്കരുത്. ദൈവം അതല്ല നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. ദൈവം നമുക്ക് തരും, അത് ദൈവത്തിൻ്റെ നീതിയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ഡിമാൻഡ് ചെയ്യാനും കൊടി പിടിക്കാനും സമരം ഉണ്ടാക്കാനും അല്ല ദൈവം നമ്മളെ പേര് പ്രതീക്ഷിക്കും. എനിക്ക് എന്ന് പറഞ്ഞാൽ ദൈവം തരാതിരിക്കുന്ന ഒരു മനുഷ്യൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. ആരോട് പിടിച്ചു വെച്ചെന്നായി പറയുന്നത്? ഞാൻ പിടിച്ചു വെച്ച് പറഞ്ഞു. ആരോട്? ദൈവം ഒരു ക്രൂരനൊന്നുമല്ല. എനിക്ക് സ്ഥിരമായിട്ട് തൊണ്ടയ്ക്ക് അസുഖം ഉണ്ടായിരുന്നു. ഞാൻ പിടിച്ചു, കർത്താവ് ഈ അസുഖം മാറിയിട്ടല്ല ഞാൻ നിന്നെ വിടുകയില്ല എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഞാൻ പറയുന്ന ഒരു സൈലൻറ്റ് വോയിസ് എന്ന് പറഞ്ഞാൽ ദൈവം ഒരു ക്രൂരന്. എൻ്റെ തൊണ്ടയ്ക്ക് എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് ദൈവത്തിനൊരു ഇഷ്ടം. അതുകൊണ്ട് ദൈവത്തെ ഞാൻ വിടത്തില്ല, ഇവിടെ പിടിച്ചു വെച്ച് ഇങ്ങനെ ഞാൻ സൗഖ്യമാക്കിയിട്ട് വിടത്തുള്ളൂ. അതാണ് നമ്മുടെ വ്യത്യാസം. നമ്മളിപ്പോഴും യാക്കോബിൻ്റെ ലോകത്താണ്, നമ്മൾ പുതിയ നിയമത്തിലേക്ക് വന്നിട്ടില്ല. അതാണ് പ്രശ്നം. സോ നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവം ഒരിക്കലും സൗഖ്യം തരുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു ശക്തിയൊന്നുമല്ല. നമ്മുടെ മുമ്പിൽ ഒരു തടസ്സം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മാറ്റുന്നത് പോലെ ദൈവത്തെ പിടിച്ചു വെച്ച് മാറ്റി നിർത്താനൊന്നും ദൈവം അത്ര ക്രൂരനൊന്നുമല്ല. ഹീസ് എ ലവിങ് ഗാഡ്, ഹീസ് എ മെർസിഫുൾ ഗാഡ്. നമ്മൾ അതാണ് ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് തരുന്നതിന് തടസ്സം നിൽക്കുന്നത് ദൈവമല്ല. ദൈവത്തിന് അങ്ങനെ ഒരു തടസ്സം നമുക്ക് വെക്കാൻ ഒരിക്കലും ഇഷ്ടവുമില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പോലെ ദൈവത്തോട് ഞാൻ സമരം ചെയ്തു. ദൈവം ആരാ? നമ്മൾ സെക്രട്ടേറിയറ്റിൽ പോയി സമരം ചെയ്തു, സെക്രട്ടേറിയറ്റ് ചെന്ന് നമ്മൾ സമരം ചെയ്യും, ഉപവാസം കിടന്ന് നമ്മൾ സമരം ചെയ്യുക. കിട്ടിയേ തീരൂ, നീതി ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ എന്നും പറഞ്ഞ് സമരം ചെയ്യുന്ന പോലെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കിടന്ന് സമരം ചെയ്ത്. പണ്ടൊരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് എഴുതി വെച്ചിരുന്ന ഒരു പോസ്റ്ററാണ്. ഞാൻ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് അവിടെ ഉപദേശി പ്രസംഗിച്ചതാണ്. സെക്രട്ടേറിയറ്റിൽ നമ്മൾ സമരം ചെയ്ത് അവകാശങ്ങൾ നേടിയെടുക്കുന്ന പോലെ ദൈവത്തോട് നമ്മൾ ഉപവസിച്ച് സമരം ചെയ്ത് അവകാശങ്ങൾ നേടിയെടുക്കണം. നമുക്കിത് പ്രായോഗിക ബുദ്ധിയിലൊന്ന് ചിന്തിച്ച് നോക്കി. ദൈവം എന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രിയാണോ? അല്ലെങ്കിൽ ദൈവം എന്നെ ഗവൺമെൻറ് ഓഫീസറാണോ നമ്മൾ സമരം ചെയ്യാൻ? ഇവിടുത്തെ താലൂക്ക് ഓഫീസറാണോ? അല്ല. ദൈവത്തെ പേര് നമ്മൾ ഓരോന്ന് ചിന്തിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് ഹീസ് ലവ്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹിക്കുന്നവനാണ്. അടുത്തിരിക്കുന്ന ആളിനോട് പറഞ്ഞാട്ടെ, ഗോഡ് ഈസ് ലവ്. നിനക്കാരില്ലോ പറയാൻ. ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്. ആമേൻ. അവൻ തടയുന്ന ദൈവമല്ല. നമ്മുടെ മുമ്പിലെ ഒരു ഹഡിൽ അല്ലെങ്കിൽ അതിനൊരു തടസ്സമല്ല ദൈവം. നമ്മുടെ മുമ്പിലെ അനുഗ്രഹമാണ് ദൈവം. ഈ ദൈവത്തെ അറിയാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തെ ആരും ഒരു തടസ്സക്കാരനായിട്ട് ചിന്തിക്കരുത്. ഞാൻ കഴിഞ്ഞ വർഷം 2012 ദൈവത്തിന് വേണ്ടി ഞാൻ 1,00,000 രൂപ ടോട്ടൽ ചിലവാക്കി. 2013 ഞാൻ കയറിയത് തന്നെ കടം ഉള്ളവനായിട്ടാണ് കയറിയത്. ദൈവം എന്തോ അനീതി എന്നോട് ചെയ്തത് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അപ്പോഴും നമ്മൾ സ്നേഹത്തോടെ നമ്മൾ
കർത്താവിന് വേണ്ടി ചെയ്യുന്നവരായിരിക്കണം. വി ലവ് ഗോഡ്. കാരണം നമ്മൾ ഈ പറയുന്ന 1,00,000 രൂപയെന്നോ 2,00,000 രൂപയെന്നോ നമ്മുടെ തൊണ്ടയ്ക്ക് ഒരു വേദന എന്നോ ദൈവത്തിനൊന്നും ഒരു കാര്യമല്ലെന്ന്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എന്ന് വെച്ചാൽ ഈ ആഴിയെ നാഴി കൊണ്ട് അളക്കുന്നവനെന്നൊക്കെ പറയത്തില്ലേ, അത് ആഴി എന്ന് പറയുന്നത് സമുദ്രത്തെ മുഴുവൻ ഒരു നാഴി അല്ലെങ്കിൽ ഒരു കോപ്പ എടുത്തിട്ട് എത്ര കോപ്പ് വെള്ളം ഉണ്ടെന്ന് അളക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ തലയിലെ മുടികൾ എത്ര എണ്ണം ഉണ്ടെന്ന് പറയാൻ മാത്രമല്ല, മുടികൾക്ക് എണ്ണം ഇട്ടിരിക്കുന്ന ദൈവമാണ്. ഒരു തലയല്ല കേട്ടോ. നമ്മൾ ജീവിതകാലം മുഴുവൻ ട്രൈ ചെയ്താലും ഒരാളുടെ തലയിലെ മുടി എണ്ണാൻ പറ്റുമോ? പറ്റുകയില്ല. ഇനി നമ്മൾ എണ്ണി വരുമ്പോഴത്തേക്ക് അതിൽ ചിലതൊക്കെ പൊഴിഞ്ഞു പോകും. അതുകൊണ്ട് പറ്റുകയില്ല. ദൈവം ഈ ലോകത്തുള്ള എല്ലാവരുടെയും മുടിക്ക് എണ്ണമിട്ട് അറിയുന്ന ദൈവമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. കടൽക്കരയിലെ മണൽത്തരികൾ എത്ര എണ്ണം ഉണ്ടെന്ന് ദൈവം അറിയുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പേരിട്ടിരിക്കുന്ന ദൈവം. ആ ദൈവത്തോടാണ് നമ്മൾ ഡിമാൻഡ് ചെയ്ത്, ദൈവം ഞാൻ ഇത്ര പൈസ തന്നിട്ടുണ്ട്, എനിക്ക് ബാക്കി ഇങ്ങോട്ട് താ എന്ന് പറയുന്നത്. നോ, ഹീസ് എ ലവിങ് ഗാഡ്, ഹീസ് എ മെർസിഫുൾ ഗാഡ്. ഹല്ലേലൂയ. ആ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്നത്. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളെ ഇങ്ങനെ ആരെല്ലാം നിർബന്ധിച്ച് ഇവിടെ കൊണ്ട് വെക്കുന്നു. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ഇത്രത്തോളം വലിയൊരു ദൈവം, നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ കൈ മലർത്തിക്കളയും. ലോർഡ്, ഐ ആം ഹെൽപ്ലെസ്. ലോർഡ്, ഐ നോ നത്തിങ്. എന്തോ അത് പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മൾ ദൈവത്തെ ഇഷ്ടപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ സ്നേഹിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിച്ചതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കേൾക്കപ്പെട്ട ആലോചനയ്ക്ക് മുമ്പാകെ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ എത്രത്തോളം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ എത്രത്തോളം അറിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ എത്രത്തോളം അറിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ സ്നേഹിക്കുന്ന ദൈവമാണ്, അവൻ കരുണയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് സമാധാനം തരുന്ന ദൈവമാണ്, നമുക്ക് സന്തോഷം തരുന്ന ദൈവമാണ് അവൻ. നമ്മൾ കൊടുക്കുന്നതിലോ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെയോ ഫലമായിട്ടല്ല, അല്ലെങ്കിൽ അതിൻ്റെ മറുപടിയായിട്ടല്ല. എന്നാൽ ദൈവം നമ്മളെ അചഞ്ചലമായി നിർലോഭമായി സ്നേഹിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന് മുമ്പാകെ നമ്മളെ ഒരിക്കൽ കൂടി സമർപ്പിക്കുക. ആ ദൈവ സ്നേഹത്തിന് മുമ്പാകെ ഒരിക്കൽ കൂടി നമ്മളെ സമർപ്പിക്കുക. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം, കൃപ 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 കൃപയൊന്നു മാത്രം, കൃപയൊന്നു മാത്രം, കൃപയൊന്ന് എന്നെ രക്ഷിച്ചത്, കൃപയൊന്നു മാത്രമാണ് എന്നെ രക്ഷിച്ചത്. കേൾക്കപ്പെട്ട വചനത്തെ ധ്യാനിച്ചുകൊണ്ട് സഹോദരന്മാരുടെ ഭാഗത്ത് ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ.